സർവാദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹധന്യരായ മുതഅല്ലിംകളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 19 മുതലുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങി വെച്ചത്. സ്വർഗലോകത്തേക്ക് പോകുന്ന സജ്ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന അടയാളങ്ങൾ, ആ ലക്ഷണങ്ങൾ മുഴുവനും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ആ താല്പര്യത്തോടൊപ്പം ചെറിയ ഒരു അധ്വാനവും ശ്രദ്ധയും ഉണ്ടായാൽ നമ്മുടെ കാര്യം എളുപ്പമായി കിട്ടും. ഗഫലത്ത് പിടികൂടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. വലാ തകും മിനൽ ഗാഫിലീൻ. കാര്യം മറന്ന് ശ്രദ്ധിക്കേണ്ടത് വിട്ട് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ, ഭൗതിക ജീവിതത്തിന്റെ താല്പര്യങ്ങളിൽ മാത്രം ശ്രദ്ധയും പരിഗണനയും സൂക്ഷ്മതയും കൊടുത്ത് ദുനിയാവിന്റെ ആളുകളായി മാത്രം മാറാതെ പാരത്രിക ലോകത്തേക്കുള്ള സമ്പാദ്യങ്ങൾ ഓരോ ദിവസവും വർദ്ധിപ്പിക്കുക. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും അധ്വാനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അറിയണം. നമ്മുടെ ആ നിയ്യത്തും പരലോകത്തിന് വേണ്ടിയുള്ള അധ്വാനവും അതിനു വേണ്ടിയുള്ള വാഗ്ദാനങ്ങളുമൊക്കെ നമ്മിൽ നിന്ന് നല്ല രീതിയിൽ ഉണ്ടാകണം. എന്ത് അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ വാക്ക് പറഞ്ഞാലും ആ വാക്ക് പാലിക്കുന്നവരാകണം. സൂറത്തുൽ അഹ്സാബിൽ അങ്ങനെ വാക്ക് പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല വലിയ മഹത്വത്തോടുകൂടെ പഠിപ്പിക്കുന്നുണ്ട്. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീല. വിശ്വാസികളിലുണ്ട് റിജാലുൻ, പൗരുഷത്വം പൂർണ്ണമായ ഒന്നാം തരം ആൺകുട്ടികൾ എന്ന് നമ്മൾ സാധാരണ പറയും പോലെ മികവാർന്ന പുരുഷന്മാരുണ്ട്, തികഞ്ഞവരാണവർ. സ്വദഖൂ മാ അഹദുല്ലാഹി അലൈഹി. അള്ളാഹുവിനോട് എന്ത് ഒരു വാക്കവർ പറഞ്ഞു, അള്ളാഹുവെ ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊരു വാക്കവർ പറഞ്ഞു, ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ അവർ യാഥാർത്ഥ്യമാക്കും. അതിനൊരു മടിയും കാണിക്കൂല. ഈ ആയത്തിന്റെ അവതരണത്തെ സംബന്ധിച്ച് ഹാഫിദ് ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു മഹാനവർകൾക്ക് വലിയൊരു സങ്കടമായിരുന്നു. ആദ്യത്തെ സമരമുഖത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സംബന്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം. എപ്പോഴും പറയും, എൻ്റെ ജീവിതത്തിൽ എനിക്കത് നഷ്ടമായി. കാരണം ഒരു സമരമുഖത്തേക്ക് നീങ്ങിയതല്ല, ഒരു പ്രതിരോധത്തിന് വേണ്ടി പോയതല്ല, ചെറിയ തോതിൽ ഒന്ന് സംസാരിച്ച് അവകാശങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പോയ പുറപ്പാടാണ്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അഹങ്കാരവും അഹന്തയും മാത്രം നിറച്ചുവെച്ച് പോരാട്ടത്തിന് വേണ്ടി കോപ്പുകൂട്ടുന്ന ആളുകൾ രംഗത്ത് വന്നപ്പോൾ ഇനി നിങ്ങൾ വേണമെങ്കിൽ അവരുമായി ഒരു പ്രതിരോധത്തിൽ ഏർപ്പെടുക. അവര് വെല്ലുവിളിച്ചു വരുന്നവരല്ലേ, വെല്ലുവിളിച്ചു പോയവരല്ല നിങ്ങൾ. പക്ഷേ നിങ്ങൾ എന്റെ തൃപ്തിയിലായി, എന്റെ പൊരുത്തത്തിലായി അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് യാത്ര തിരിച്ചവരാണ്. ആരെയും
വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും ഉദ്ദേശിച്ചല്ല. കിട്ടേണ്ട ഹക്കുകൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടി വർത്തക സംഘത്തെ കണ്ട് വിഷയങ്ങൾ പറയാൻ വേണ്ടി പോയവരാണ്. അവര് മറ്റൊരു വഴിക്ക് നീങ്ങിയത് കൊണ്ട് നിങ്ങളുടെ നിയ്യത്ത് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ വെറും കൈയോടെ മടങ്ങിപ്പോകേണ്ടി വരില്ല. അതിനേക്കാൾ വലിയൊരു വിഭാഗം സമ്പന്നരും സായുധരുമായി വെല്ലുവിളി നടത്തിക്കൊണ്ട് മടങ്ങിപ്പോകാൻ പലരും അഭ്യർത്ഥിച്ചിട്ടും മടങ്ങിപ്പോകാതെ വരുന്നവരുണ്ട്. എന്നാ പിന്നെ അവരെ കിബറിന് ഒരു ഫലമായിക്കോട്ടെ എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു പ്രതിരോധം നൽകി. ആ പ്രതിരോധ രംഗത്ത് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു എപ്പോഴും പറയും, എനിക്കതിൽ പോകാൻ കഴിഞ്ഞില്ല, പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇനിയെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലൊരു സംവിധാനം, ഒരു സുഹൃതം എന്നെ അതിൽ അല്ലാഹു തആല പങ്കെടുപ്പിക്കുകയാണെങ്കിൽ ലയറയന്നല്ലാഹു മാ അസ്ന, ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ പോരാടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലോണം അറിഞ്ഞ് അല്ലാഹു പൊരുത്തപ്പെടുന്ന സന്തോഷിക്കുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ ചെറുത്തു നിൽക്കും. അതൊരു വെറും വാക്കായി പറഞ്ഞതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ വെല്ലുവിളി ഉയർത്തി പാവപ്പെട്ട സ്വഹാബിമാരെ നിഷ്കരുണം ആക്രമിച്ച് മർദ്ദന മുറകൾക്ക് മുഴുവനും വിധേയപ്പെടുത്തി വീണ്ടും അഹങ്കാരവും അതിക്രമങ്ങളും മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധിക്കാൻ അനുവാദം നൽകിയതുകൊണ്ട് സ്വഹാബത്ത് ആ രംഗത്ത് മുന്നേറുകയാണ്. നമ്മൾ സമീപകാലങ്ങളിലും മറ്റും ഇപ്പോഴുമൊക്കെ കേൾക്കുന്നത് പോലെ നാമാവശേഷമാക്കാനുള്ള ചെറുത്തുനിൽപ്പല്ല, കണ്ണിൽ ചോരയില്ലാത്ത വിധം നശിപ്പിച്ചു കളയാനുള്ള ഉത്തരവല്ല. അങ്ങനെ ഒരു മുഖം ഇസ്ലാമിനില്ല. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. പോരാളികൾക്ക് അല്ലാഹു തആല അനുവാദം നൽകാനുള്ള കാരണം ബിഅന്നഹും ളുലിമൂ, അവർ മർദ്ദിതരായി എന്നതാണ്. ഇഷ്ടം പോലെ മർദ്ദനങ്ങൾ സഹിച്ചു അല്ലാഹുവിന്റെ മാർഗത്തിലായി. വാക്കുകൊണ്ടോ മറ്റോ ഒന്നും പ്രതികരിച്ചില്ല. പൂർണ്ണ ക്ഷമയിൽ തൃപ്തിയിൽ അങ്ങനെ നിന്നു. വീണ്ടും പരിധി ലംഘിച്ച് മുന്നോട്ട് വന്നപ്പോൾ അല്ലാഹു തആല പെർമിഷൻ കൊടുത്തു, എന്നാൽ ഇനി ഏറ്റുമുട്ടാം, ഇനി ഒന്ന് ചെറുത്തു നിന്ന് തോൽപ്പിക്കാം. എന്തിന്? നല്ല നിലക്ക് അവർ തിരിച്ചു വരാൻ വേണ്ടി. അതാണ് അതിന്റെ ലക്ഷ്യം. മുഴുവനും എല്ലാവരെയും തകർത്ത് തരിപ്പണമാക്കാനല്ല. അതുകൊണ്ടാണ് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും വരുത്തരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചത്. അതേ ഉഹദിൽ നിന്ന് 300 മുനാഫിഖുകൾ മടങ്ങിയെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവരെ നേതാക്കൾ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും, ഞങ്ങൾക്ക് ഈ പോരാട്ടം അറിവില്ല, പരിചയമില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, മദീനയിലേക്ക് പോവുകയാണ്. ആ ഒരൊറ്റ വാക്ക് അവര് പറഞ്ഞതിനെ പറ്റി അല്ലാഹു പറഞ്ഞു, ഹും ലിൽ കുഫരി യൗമഇദിൻ അഖറബു മിൻഹും ലിൽ ഈമാൻ. അന്നവരാ വർത്തമാനം പറഞ്ഞതുകൊണ്ട് ഈമാനിലേക്ക് അടുത്തതിനേക്കാൾ കൂടുതൽ കുഫറിലേക്കാണ് അവർ അടുത്തത്. കാരണം സഹോദരങ്ങളെ, ഈമാനുള്ളവർ അവർ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സമരമുഖത്ത് ഉറച്ചു നിൽക്കുന്നവരാണ്, പിന്തിരിയുന്നവരല്ല, ഒരിക്കലും മാറിപ്പോകുന്നവരല്ല. സത്യത്തിന് വേണ്ടിയാണല്ലോ ഉറച്ചു നിൽക്കുന്നത്. ആ നിലക്ക് കരുത്തുള്ള ഈമാൻ ഉണ്ടെങ്കിൽ മാറിപ്പോവുകയില്ല. സംഘട്ടനം പൊടിപൊടിക്കുന്നത് കണ്ടപ്പോഴേക്ക് തന്നെ മുനാഫിക്കുകൾ പിന്തിരിഞ്ഞോടുകയാണ്. ഞങ്ങൾക്കിത് പരിചയമില്ലെന്ന് പറഞ്ഞ് മദീനയിലേക്ക് മാറുകയാണ്. പക്ഷേ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പോരാട്ട രംഗത്ത് മുന്നോട്ട് കുതിക്കുകയാണ്. സമരം അവസാനിച്ച സമയം, പ്രതിരോധം അവസാനിച്ച നേരം അനസ് ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം സ്വഹാബത്ത് ഒരു ഭാഗത്തേക്ക് മാറ്റിക്കടത്തിയപ്പോൾ
ആ ശരീരത്തിൽ വെട്ടും കുത്തും അമ്പെയ്ത്തുമായി 80 ചില്ലാനമുണ്ട്. പലർക്കും ആ ശരീരം തിരിച്ചറിഞ്ഞില്ല. അവസാനം അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി വന്നിട്ട് പറഞ്ഞു, ഇതെന്റെ സഹോദരൻ അനസ് ഇബ്നു നദറാണ്. എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോ വിരലിന്റെ അടയാളം പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ സഹോദരന്റെ വിരൽക്കുടിയുടെ അടയാളമാണ് എന്റെ സഹോദരന്റെ തിരിച്ചറിവ്. ഇതെന്റെ സഹോദരനാണ്. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയതിനെ പറ്റിയാണ് അള്ളാഹു പറയുന്നത്, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി. വിശ്വാസികളിൽ ചില വ്യക്തിത്വങ്ങളുണ്ട്, അള്ളാഹുവിനോട് അവർ പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ അവർ പാലിക്കും. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു. ചിലർ അവരുടെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവർ നീങ്ങി. വമിൻഹും മൻ യന്തളിർ. പലരും അവരുടെ കൂട്ടത്തിൽ കാത്തു കഴിയുന്നവരുണ്ട്, അവസരം കാത്തു കഴിയുന്നവരുണ്ട്. പിന്നെ എത്ര കാലം കഴിഞ്ഞാലും പുരോഗതികൾ ഏറെ വന്നാലും ഇതിന് മാറ്റമുണ്ടോ? വമാ ബദ്ദലൂ തബ്ദീലാ. പറഞ്ഞ വാക്കിൽ നിന്ന് അവർ മാറുകയില്ല. കുടുംബത്തിന്റെ ഗതി ചിന്തിച്ചുകൊണ്ടോ ഭാവിയുടെ പുരോഗതി ആസൂത്രണം ചെയ്യുന്ന കാരണമായിട്ടോ അവർ പിന്തിരിയൂല. വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നവരാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ സന്തോഷിപ്പിച്ച ഖുർആനിന്റെ സൂക്തമാണിത്. ഇത് ഓതിയപ്പോൾ, ഇതിറങ്ങിയപ്പോൾ തങ്ങളേറെ സന്തോഷിച്ചിട്ട് പറഞ്ഞു, ആ പറയുന്ന വ്യക്തിത്വങ്ങളിൽ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഇടം പിടിച്ചു. സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി. അല്ലാഹുവേ ഞാൻ അങ്ങനെ ചെയ്യും, അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യും, നിന്റെ ദീനിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യും എന്ന ആ ഒരു വാക്കുണ്ടല്ലോ, ആ വാക്ക് അങ്ങനെ തന്നെ പാലിച്ചുപോയി. ബഹിഷ്കരണം കിട്ടിയ സമയത്ത് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മദീന വിട്ടുപോകാൻ വേണ്ടിയിട്ടൊരു രാജാവ് കത്തെഴുതിയില്ലേ? കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉറച്ച നിലപാടിലാണ്. നമ്മുടെ ഈ വിഷയത്തിൽ അല്ലാഹു തആലാന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം കിട്ടുന്നത് വരെ സഹിച്ച് ഈ നാട്ടിൽ തന്നെ കഴിയും, പറഞ്ഞത് മാറ്റി പറയൂല. സത്യം പറഞ്ഞു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളെ തബൂക്കിലേക്ക് വരാൻ എനിക്ക് കാരണമായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ തങ്ങളെ മുന്നിലല്ല, വേറെ ആരെങ്കിലും മുന്നിലാണെങ്കിൽ പറഞ്ഞിട്ട് രക്ഷപ്പെടുമായിരുന്നു. വല്ലാഹി ഇന്നി ഉഅ്തീതുൽ ജദൽ. സംവദിക്കാനുള്ള കഴിവ് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഹളറത്തിൽ നടക്കൂല. കാരണം ഇവിടുത്തെ ഹളറത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു കദിബ് പറഞ്ഞാൽ നിർദ്ദേശം വരും, പിന്നെ ഞാനും ഖാദിബീങ്ങളിൽ പെട്ടവനാകും. അതുകൊണ്ട് തുറന്നു പറയട്ടെ, മാലി മിൻ ഉദുർ, പ്രതിബന്ധങ്ങളൊന്നുമില്ല. പോകാം 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 എന്ന് കരുതി, പക്ഷേ പോയില്ല. ഞാൻ അങ്ങോട്ട് എത്താമതൊക്കെ നിശ്ചയിച്ചു തുടക്കത്തിൽ. പിന്നെ ആ ടൈം അങ്ങനെ കഴിഞ്ഞു. പിന്നെ എന്റെ മനസ്സിൽ ബേജാറായി, ഇന്ന് പോയില്ലല്ലോ, ഇന്നലെയും പോയില്ലല്ലോ, ഇനി അവർ തിരിച്ചു വരാൻ സമയമായല്ലോ, പടച്ചോനെ എന്ത് പറയുന്നുള്ള ബേജാറായി. ഈ ഒരു വിഷയം തുറന്ന് തങ്ങളെ മുന്നിൽ ഇരുന്നിട്ട് തുറന്നു പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സ്വദഖ. ഈ മഹാമനുഷ്യൻ സത്യം പറഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് 70-ലധികം വരുന്ന ആളുകൾ അവിടുത്തെ ഹളറത്തിൽ പോയിക്കോളൂ 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 തുടങ്ങുമ്പോ തന്നെ തങ്ങൾ പറയും പോയിക്കോളൂ, ആ ശരി പോയിക്കോളൂ. കാരണം പൂർണ്ണമായിട്ട് കേൾക്കാൻ നിൽക്കണ്ട, അതങ്ങനെ പറയുള്ളൂ. ഒരു കാരണമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഒപ്പിച്ചു വരും. എന്റെ ഒട്ടകത്തിന് അസുഖമാണെന്ന് തോന്നി അങ്ങനെ വരാൻ പറ്റിയില്ല. ബാപ്പക്ക് അസുഖം ഉണ്ടായി, പക്ഷെ ഉച്ചായുമ്പത്തിന് സുഖമായി, പിന്നെ വരാൻ പറ്റിയില്ല. പലതും എഴുച്ചൂട്ടി പറയും ആളുകൾ. ആ കാരണങ്ങൾക്കൊക്കെ തങ്ങൾ ശരിയെന്ന് വിട്ടുവീഴ്ച കൊടുത്തു. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നല്ല കരുത്തുറ്റ യുവാവായിരുന്നു, നല്ല ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യമുള്ള സൗകര്യമുള്ള യുവാവാണ്. വാഹനമുണ്ട്, സമ്പത്തുണ്ട്, കുടുംബ ഭദ്രതയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാവരും സംബന്ധിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മളും സംബന്ധിക്കണല്ലോ. അത് നാട്ടിലൊക്കെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാടാണ്. നാട്ടുകാര് മൊത്തം ഒരുമിച്ച് കൂടുന്ന ഒരു നന്മയിൽ നമ്മൾ വിട്ടു നിൽക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 35-ാമത്തെ വയസ്സിൽ
വിശുദ്ധമായ കഅബ നിർമ്മാണത്തിൽ പങ്കെടുത്ത് നമുക്കത് പഠിപ്പിച്ചു തന്നു. തങ്ങൾ ആരും ക്ഷണിച്ചു കൊണ്ടുപോയതൊന്നുമല്ല. പക്ഷെ ആ നാട്ടിലെ നേതാക്കളായ എല്ലാവരും, അബൂ ത്വാലിബ് അടക്കം, അവരാ കഅബ പുനരുദ്ധാരണത്തിൽ പലരും കല്ലേറ്റിക്കൊണ്ടുവന്ന് മത്താഫിന്റെ മുറ്റത്ത് വെക്കുകയാണ്. അതിൽ തങ്ങളും പങ്കെടുത്തു, കല്ലേറ്റിക്കൊണ്ടുവന്ന് വെക്കുകയാണ്. കല്ലിങ്ങനെ തോളിലേറ്റിക്കൊണ്ടുവരുമ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവര് പറഞ്ഞു, സഹോദരപുത്ര, അങ്ങനെ ചെയ്യണ്ട. ഞങ്ങൾ പല ആളുകളും തോളില് നല്ല കട്ടിയിൽ അവർ തുണിയും മറ്റൊക്കെ പൊതിഞ്ഞ് ഒരു കനത്തിന് വേണ്ടി, പാട് വരാതിരിക്കാൻ വേണ്ടി വെച്ചതുപോലെ തുണി ഉരിച്ചിട്ട്, തുണി അയച്ചിട്ട് കല്ലിന്റെ അടിയിൽ വെക്കണമെന്ന് പറഞ്ഞു. നിർദ്ദേശം പാലിക്കുക എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുണ്ടുരിയാൻ പോയപ്പോഴേക്ക് തങ്ങൾ ബോധം കെട്ടുവീണു. കാരണം തങ്ങൾക്കത് പറ്റില്ല. തങ്ങൾക്ക് എല്ലാവരും മുണ്ടയിച്ചു പോകുന്നത് പോലെ തങ്ങൾക്ക് അങ്ങനെ മുണ്ടയിക്കാൻ പറ്റൂല. അതവിടുത്തെ പരിശുദ്ധിക്ക് എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ല് ചുമന്നു കൊണ്ടുപോയി ആ നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുത്തു. 35-ാമത്തെ വയസ്സാണ്. അപ്പൊ നാട്ടിലെല്ലാവരും അതിലുണ്ട്. നമ്മളും അതിൽ പോയി കൂടണം. ഒരു നന്മ നടക്കുമ്പോൾ അങ്ങനെയാണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോകാത്തത് കൊണ്ട് തബൂക്ക് സമരത്തിൽ പരാജയമൊന്നും സംഭവിച്ചിട്ടില്ല, നല്ല വിജയം കിട്ടിയിട്ടുണ്ട്. എന്നാലും സഹകരിക്കാത്തത് കൊണ്ട് ഒരു ബഹിഷ്കരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പിലാക്കി. ഈ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നത്, വിശുദ്ധ ദീനിൽ മാറ്റം വരുത്തിയ, സ്വന്തമായിട്ടും സാമൂഹ്യമായിട്ടും മാറ്റം വരുത്തിയ രണ്ട് തരക്കാരാണ് ഫാസിഖും മുബ്തദിഉം. ഫാസിഖ് സ്വന്തത്തിൽ മാറ്റം വരുത്തി, മുബ്തദിയിൽ സമൂഹത്തിൽ മാറ്റം വരുത്തി. പലരും കൂടി തീരുമാനിച്ച് പല വിഷയങ്ങളും ചേർത്ത് വെച്ചു, ചേർത്തത് പലതും വെട്ടിക്കുറച്ചു. അവരോട് സലാം പറയാൻ പാടില്ല, അവര് പറഞ്ഞ ആ സലാം മടക്കാൻ പാടില്ല എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും തെളിവ് പിടിച്ചത് ഈ ഹദീസ് കൊണ്ടാണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവോട് സലാം പറയണ്ട എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ആരും സംസാരിക്കരുത്, ചോദിച്ചതിന് മറുപടി പറയരുത്. പിന്നെ ആംഗ്യ ഭാഷയിലാണ് മറുപടിയൊക്കെ. മദീന മാർക്കറ്റിലേക്ക് വരും കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സാധനങ്ങളൊക്കെ മേടിക്കാൻ. ലിസ്റ്റ് കൊടുക്കും, വസ്തുവകകളൊക്കെ തൂക്കിക്കൊടുക്കും, കാശ് മേടിക്കും, ബാക്കിയും കൊടുക്കും, വേറെ ഒന്നുമില്ല. എത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, എല്ലാവരും നോക്കുന്നു, തിരിച്ചും നോക്കുന്നു, അത്രമാത്രം. ജമാഅത്തിനും വിഷയങ്ങൾക്കൊക്കെ ഒപ്പം പോകുന്ന സ്വന്തം ഉപ്പയുടെ സഹോദരന്റെ മകൻ, ആ മകന്റെ അടുത്തേക്ക് വളരെ സ്നേഹത്തിൽ ജീവിക്കുന്ന അവരുടെ അടുത്തേക്ക് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, നമ്മൾ വലിയ ബന്ധുക്കളല്ലേ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നോട് സംസാരിക്കണം. ശബ്ദം മാറ്റി പറഞ്ഞു നോക്കി, ആളെ തിരിയാതെയെങ്കിലും സംസാരിക്കട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ ആ സഹോദരൻ പറഞ്ഞു, കഅബ് അവർകളെ, നിങ്ങളെ മനസ്സിലായിട്ടുണ്ട്, മറുപടി പറയാൻ പറ്റൂല, നിങ്ങളോട് സംസാരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നിർദ്ദേശമാണ്. 50 ദിവസം ആ നിർദ്ദേശം പാലിക്കപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു വന്നത്, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സത്യം പറഞ്ഞതുകൊണ്ട്, തങ്ങളെ മുന്നിൽ സത്യം പറഞ്ഞതുകൊണ്ട് എല്ലാ കാലത്തേക്കും ആ വിജയം ലഭിച്ചു. പറഞ്ഞത് മാറ്റി പറയാൻ വേണ്ടി മുനാഫിക്കുകൾ പറഞ്ഞു. സത്യം പറഞ്ഞ് പള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തെ ഭാഗത്തേക്ക് ചെരുവിലേക്ക് വന്നപ്പോ എല്ലാവരും വളഞ്ഞിട്ട് പറഞ്ഞു, കഅബേ, നിങ്ങൾ ഇത്രയും ഒരു പോയത്തക്കാരനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. ഞങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടത് കണ്ടില്ലേ. പിന്നെ തങ്ങളങ്ങ് ഇസ്തിഗ്ഫാർ ചൊല്ലി ദ്വാരക്കും, അതിലങ്ങ് ഞങ്ങൾ ഉൾപ്പെടും. നിങ്ങൾ ഇത്രയും കഴിവ് കുറഞ്ഞ ആളായി പോയല്ലോ. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അവരെന്നെ തിരുത്താൻ നോക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നിപ്പോവുകയാണ് തിരുത്തണോന്ന്. പക്ഷേ പലരും എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി മാറ്റി പറഞ്ഞേക്ക്. പറഞ്ഞത് മാറ്റി പറയാൻ ഒരിക്കലും ഞാൻ ഒരുക്കമല്ല, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു, പറഞ്ഞത് സത്യമാണ്. ആ വിഷയത്തിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. 50 ദിവസത്തെ പശ്ചാത്താപത്തിന് അള്ളാഹു മറുപടി നൽകി.
കാര്യം അല്ലാഹു തആല തീരുമാനം തരട്ടെ എന്ന് കരുതിയിട്ട് പിന്തിക്കപ്പെട്ട 3 ആളുകളുണ്ട്. അവർക്കും അല്ലാഹു തൗബ സ്വീകരിക്കും. നല്ല സന്തോഷമുള്ള ദിനമായിരുന്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം. ആ ദിവസം സന്തോഷത്തിന്റെ ഊക്കുകൊണ്ടാണ് ഖൈബറിലുള്ള ഒരു വിഹിതം വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തത്. അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് എന്റെ സന്തോഷത്തിന്റെ ദിനമാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമല്ലേ തങ്ങൾ ഓതിത്തന്നത്. അതിൽ ഞങ്ങളെ 3 പേരെയും എടുത്തു പറഞ്ഞല്ലോ. കഅബ് റളിയല്ലാഹുവിന്റെ കൂടെ പ്രായമുള്ള 2 സ്വഹാബിമാരും കൂടിയുണ്ട്. ആ 3 സ്വഹാബിമാരെയും എടുത്ത് അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. പറഞ്ഞ വാക്കിൽ സത്യത്തിൽ അവിടെ അടിയുറച്ചു നിന്നപ്പോൾ അല്ലാഹു തആല വലിയ സന്തോഷം നൽകി. അതിനിടക്ക് പിന്തിരിപ്പൻ ശക്തിയുമായി മലിക് ഗസ്സാൻ രാജാവ് അവർ കത്തെഴുതി കൊടുത്തയച്ചു. ഗസ്സാൻ രാജാവിന്റെ കത്ത് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് വായിച്ചിട്ട് മഹാനവർകൾ പറഞ്ഞു, ഹാദാ അയ്ളം മിനൽ ബലാ, ഇത് മറ്റൊരു പരീക്ഷണം കൂടിയാണ്. അത് വലിച്ചു കീറിയിട്ട് നേരെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. മദീന വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ട് മറ്റൊരു രാജാവിൽ അഭയം തേടുകയോ എനിക്കതിന് സാധിക്കുകയില്ല. അതേ ഉറച്ച നിലപാടിൽ നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്തപ്പോൾ, പറഞ്ഞ സത്യം മാറ്റി പറയാതെ ഉറച്ചു നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്തപ്പോൾ ആ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് ഇന്ന് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തു തൗബയിലൂടെ ആ മഹത്വം നമ്മൾ എന്നും ഓതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തൗബയെ പറ്റി ലോകം എല്ലാ കാലത്തും അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം മഹത്വമുള്ള തൗബയാക്കി അല്ലാഹു സ്വീകരിച്ചു. അവിടെയാണ് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ മഹത്വം. അത് ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടൊന്നുകൂടി സൂചിപ്പിക്കുകയാണ്. വാക്ക് മാറ്റി പറയരുത്. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് വേണം. അത് യാഥാർത്ഥ്യമാക്കാനും സത്യമാക്കാനുമുള്ള കഴിവ് വേണം. എല്ലാ രംഗത്തും വിശ്വാസികൾ അത് സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയം, ഇന്നലെ പറഞ്ഞ വിഷയത്തോട് വളരെയധികം കൂറുപുലർത്തുന്ന അതിന്റെ ഒരു ഭാഗമായി വരുന്ന ഒരു വലിയ വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വല്ലദീന യസ്വിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. പരത്തി പറയേണ്ട വിഷയമാണ്, ചുരുക്കി പറയാം. വല്ലദീന യസ്വിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, കടപ്പാടുകളൊക്കെ നിർവഹിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ മാത്രം നിർവഹിച്ചാൽ പോരാ, പിന്നെയോ കൂടെ ജീവിക്കുന്ന സമൂഹത്തോടും ബാധ്യതകളുണ്ട്. അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ മാത്രം തീർക്കുന്നത് കൊണ്ട് ഒരാൾ പൂർണ്ണത പ്രാപിക്കുകയില്ല. ആ സമൂഹവുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട കൽപ്പിക്കപ്പെട്ട ഒരുപാട് തലങ്ങളുണ്ട്. അവരോടൊക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിനോടുള്ള ബാധ്യത തീർക്കുന്നതോടെ മുഴുവനും കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ പാടില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചു പറഞ്ഞു. ഇന്നലെ പറഞ്ഞ ആയത്തിൽ അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ് എന്ന ആയത്തിൽ മുഴുവൻ വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ബന്ധം പുലർത്തുന്ന വിഷയം കൂടി പറയുന്നത്? അതൊരാളും ചിന്തിക്കാതിരിക്കാനാണ്. എല്ലാ വിഷയങ്ങളും അടിമയും ഉടമസ്ഥനായ റബ്ബിന്റെയും ഇടയിൽ തീർന്നു പോകുമെന്ന് കരുതരുത്. അടിമകൾ തമ്മിൽ ബന്ധങ്ങളുണ്ട്. മനുഷ്യരും സഹജീവികളും തമ്മിൽ ഒരുപാട് ബന്ധങ്ങൾ പുലർത്തേണ്ടതുണ്ട്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറിട്ട് തന്നെ അത് ഉണർത്തി. ഇന്നലെ പറഞ്ഞ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും വേറിട്ട് തന്നെ പറഞ്ഞു. ഇതിന്റെ പ്രത്യേകതയും ബഹുമാനവും മനസ്സിലാക്കാൻ വല്ലദീന യസ്വിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. ബന്ധം പുലർത്താൻ അല്ലാഹു കൽപ്പിച്ച ബന്ധങ്ങളെ ചേർക്കണം. ഒരുപാട് ബന്ധങ്ങൾ ചേർത്ത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്നും രണ്ടും ബന്ധങ്ങളല്ല. ആദ്യമായി ഖുർആൻ പണ്ഡിതന്മാർ എണ്ണി പറയുന്നത് സിലത്തുർ റഹ്മാണ്, കുടുംബ ബന്ധത്തിന്റെ മഹിമയാണ്. കുടുംബ ബന്ധം ചേർക്കണം. മാതാപിതാക്കൾ മക്കളോടും മക്കള് മാതാപിതാക്കളോടും ചേർക്കുന്ന ബന്ധമാണ് അതിലേറ്റവും വലിയ ബന്ധം. മാതാപിതാക്കളാണല്ലോ ആ ബന്ധത്തിൽ വലിയ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത്. സമൂഹത്തിൽ ബന്ധം പുലർത്തേണ്ട ആളുകളോട് മുഴുവനും ബന്ധം പുലർത്തണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ 9 വിഭാഗങ്ങളെ എണ്ണി പഠിപ്പിക്കുന്നുണ്ട്. അവരോടെല്ലാം ആ രൂപത്തിൽ കടമ നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. അതെല്ലാം ഈ പറയുന്ന ബന്ധം ചേർക്കണമെന്ന് പറയുന്ന ആയത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. ഇരിക്കട്ടെ, ബന്ധം പുലർത്തണമെന്ന് പറയുമ്പോ ഏത് ബന്ധമാണ്? വിവാഹം നിഷിദ്ധമായ ബന്ധമുണ്ട്, അല്ലാത്ത ബന്ധവുമുണ്ട്. വിവാഹം നിഷിദ്ധമായ ബന്ധം അതിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉൾപ്പെടുന്നത്. അതിനേക്കാളും വിശാലമായതാണ്. വിവാഹം നിഷിദ്ധമല്ലെങ്കിലും ബന്ധം എന്ന അർത്ഥത്തിലുള്ള ബന്ധങ്ങളൊക്കെ അകന്ന ബന്ധങ്ങൾ കൂടുതലുണ്ട്. ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും നമ്മുടെ സ്വന്തം വഴിക്കും ഭാര്യ കുടുംബത്തിന്റെ വഴിക്കൊക്കെ ബന്ധങ്ങളുണ്ട്. ഒന്നുകൂടി വിശദമായി പറയുമ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലില്ലെങ്കിലും ചിലയിടത്തൊക്കെ ഉണ്ടാകും. മുലകുടി ബന്ധം എന്നൊരു ബന്ധമുണ്ട്. അതുകൂടി കൂട്ടുമ്പോൾ ബന്ധങ്ങൾ ഒന്നുകൂടി കൂടിച്ചേർന്നു. ആ ബന്ധങ്ങളെല്ലാം ചേർക്കണമെന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നത്. എല്ലാ ബന്ധങ്ങളും ഇതിൽ പെട്ടു. അടുത്ത ബന്ധങ്ങളായി പറയപ്പെടുന്ന കണക്കാക്കപ്പെടുന്ന വിവാഹം നിഷിദ്ധമായ മഹ്റമുകളോടുള്ള ബന്ധം മാത്രമല്ല, അകന്ന ബന്ധങ്ങളെയും ചേർക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അകന്ന ബന്ധുവാണ് ബഹുമാനപ്പെട്ട ഹാല ബീവി റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടാകുമ്പോഴും ഭാര്യയുടെ സഹോദരിക്ക് നല്ല പരിഗണന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നു, സഹായങ്ങൾ ചെയ്തിരുന്നു. പിൽക്കാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ നിര്യാണത്തിന് ശേഷം ഹാല ബീവി റളിയല്ലാഹു അൻഹ നടന്നു വരുമ്പോൾ തങ്ങൾ പറയാറുണ്ട്, ആ നടത്തം എന്റെ ഖദീജയെ അനുസ്മരിപ്പിക്കുന്നു. അതേ നടത്തമാണ് എന്റെ ഖദീജയുടെ നടത്തം റളിയല്ലാഹു അൻഹാ. വല്ലാത്ത ഒരു ബന്ധമാണ്. ആ ഹാല ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുമ്പോൾ നല്ല ബഹുമാനങ്ങൾ കൊടുക്കും. കാരണം നേർക്ക് നേരെ വിവാഹം നിഷിദ്ധമായ തലത്തിൽ ഒരു സമയത്ത് ബന്ധമുണ്ടായിരുന്നു. നിങ്ങൾ നോക്ക്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ഹാല ബീവിയെ വേണമെങ്കിൽ തങ്ങൾക്ക് വിവാഹം ചെയ്യാം. പക്ഷേ ഹാല ബീവി റളിയല്ലാഹു അൻഹയോട് തങ്ങൾക്ക് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. സ്വന്തം ഭാര്യയുടെ സഹോദരി എന്ന നിലക്കുള്ളൊരു ബന്ധം. അതേ തലത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിട്ടുള്ള ഉമ്മയാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ. അവര് ഹയാത്തിലില്ലെങ്കിലും ഒരുപാട് ഉമ്മമാരോട് തങ്ങൾ ബന്ധം ചേർത്തിരുന്നു. അതിൽപ്പെട്ടൊരു ബന്ധമാണല്ലോ ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹയോടുള്ള ബന്ധം. അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയുടെ ഭാര്യയാണ്. അബൂ ത്വാലിബിന്റെ പത്നിയാണ് ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. തങ്ങൾക്ക് വലിയ ശിക്ഷണം നൽകി, വല്ലാതെ സ്നേഹം നൽകി. അവിടുന്ന് വീട്ടിലേക്ക് എത്തിയ ശേഷമാണ് കുട്ടിക്കാലത്ത് ഭക്ഷണം വിളമ്പി റളിയല്ലാഹു അൻഹു ഉണ്ട്, ജാഫർ റളിയല്ലാഹു അൻഹു ഉണ്ട്, മറ്റു മക്കളൊക്കെ വന്നെങ്കിലും അൽ അമീന് വരട്ടെ, വന്നതിന് ശേഷം ഭക്ഷണം തരാം, എല്ലാവരെയും ഒരു ഭാഗത്തിരുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു പാത്രം തന്നെ വേറെ സൂക്ഷിച്ചു വെച്ചിരുന്നു. തങ്ങളോടുള്ള വലിയ ബഹുമാനവും ബന്ധവും കാരണം വീട്ടിലേക്ക് തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പി തുടങ്ങി. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറയും. ഒരു ദിവസം അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരുന്നില്ല. ഇമാം ഇബ്നു ഹിശാം തങ്ങൾ സീറയിലും അതുപോലെ തന്നെ ധാരാളം മഹാന്മാര് സീറകളിൽ രേഖപ്പെടുത്തിയത് കാണാം. മറ്റു മക്കളെല്ലാവരും കൂടി, അബൂ ത്വാലിബിന്റെ മക്കളെല്ലാവരും ഭക്ഷണം കഴിച്ചുപോയി. തിരിച്ചു വന്നിട്ട് അവർ ഉപ്പയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് വല്ലാതെ വിശപ്പുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചു, പക്ഷേ ഞങ്ങൾക്ക് മതിയായിട്ടില്ല, വിശപ്പിന്ന് കൂടുതലാണ്. അബൂ ത്വാലിബിന്റെ ചോദ്യം, നിങ്ങൾ ഓരോരുത്തരും ഭക്ഷണം കഴിച്ച് ഒറ്റക്കൊറ്റക്ക് പോയോ? അൽ അമീനിന്റെ കൂടെയാണോ ഭക്ഷണം കഴിച്ചത്, അല്ലാതെയാണോ ഭക്ഷണം കഴിച്ചത്? അവര് പറഞ്ഞു, ഞങ്ങൾ ഓരോരുത്തരും ഭക്ഷണം കഴിച്ചു പോയതാണ്. എന്നാ ഇനി അങ്ങനെ പറ്റൂല, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് അൽ അമീന്റെ കൂടെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ
8ാമത്തെ വയസ്സ് മുതൽ തങ്ങൾ താമസിച്ചു പോരുന്ന വീടാണത്. നീണ്ട വർഷക്കാലം ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ തങ്ങൾക്ക് വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കുടുംബത്തിൽ ഉമ്മയെപ്പോലെ നമ്മളോട് സ്നേഹം പാലിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഉമ്മാമയെപ്പോലെ നമ്മളോട് ബഹുമാനിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവർക്ക് ആ സ്നേഹം തിരിച്ചു നൽകാൻ കഴിയണം. ബഹുമാനങ്ങൾ നൽകണം, സന്തോഷങ്ങൾ നൽകണം. ബന്ധം ചേർക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാന്നുള്ളത് ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ബന്ധം ചേർക്കുന്ന എല്ലാ തലങ്ങളും എളുപ്പമാണ്, പ്രയാസപ്പെടുന്ന ഒന്നുമില്ല, എളുപ്പമാണ്. തമ്മിലുള്ള പരിചയവും അതുപോലെ തന്നെ കുടുംബത്തിലെ കാര്യങ്ങളും അന്വേഷണങ്ങളും ചോദിച്ചറിയുക, ഇടക്കിടക്കൊന്ന് കാണുക, സന്ദർശനം നടത്തുക. പിന്നെ എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ദുആ ചെയ്തു കൊടുക്കുക, സാരമില്ലെന്ന് പറയുക, സന്തോഷിപ്പിക്കുക. അങ്ങനെ തുടങ്ങി കുടുംബബന്ധം ചേർക്കുന്നതിന്റെ കാര്യങ്ങൾ അവർ എണ്ണിപ്പറയുമ്പോ ഇതെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന, പൂർണ്ണാർത്ഥത്തിൽ കാണിച്ചു തന്ന വലിയ വലിയ സ്നേഹ മാതൃകകളാണ്. ഖുർആനി പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അങ്ങനെയാണ്. സിലത്തുർ റഹ്മ എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു, അത് എല്ലാവർക്കും സാധ്യമാകുന്ന വിഷയമാണ്, അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. കുടുംബത്തെ മറക്കാൻ പാടില്ല. കുടുംബ ബന്ധം ചേർക്കുന്നത് വാജിബാണ്, നിർബന്ധമാണ്. ബന്ധവിച്ഛേദനം ഹറാമാണ്. ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഹറാമാണ് എന്ന് പറയുന്നതിന് പകരം മഹാനവറുകൾ അത് കബീറത്തിൽ എണ്ണി, വൻകുറ്റങ്ങളിൽ എണ്ണി. വൻദോഷങ്ങൾ, വേശ്യാവൃത്തി ചെയ്യുക, മദ്യപാനം, അതുപോലെ തന്നെ മറ്റൊരുപാട് വിഷയങ്ങളില്ലേ, ആ കൂട്ടത്തിൽ മഹാനവറുകൾ എണ്ണി പറഞ്ഞു, ഖത്ഉർ റഹ്മ, കുടുംബ ബന്ധം വിച്ഛേദിക്കുക. കണക്ഷൻ ഇല്ലാതിരിക്കാൻ, കണക്ഷൻ വേണം എപ്പോഴും, ബന്ധങ്ങൾ എപ്പോഴും വേണം. അതുകൊണ്ടാണ് ആ ബന്ധത്തിന്റെ ചെറിയ തലം പറഞ്ഞപ്പോ അഖല്ലുഹു വത്തസ്ലീം, അതിന്റെ ചെറിയൊരു തലമാണ് സലാം പറയുക, വഇർസാലു സലാം, സലാം കൊടുത്തയക്കുക, വൽ മക്തൂബ്, ലെറ്റർ കൊടുത്തയക്കുക, മെസ്സേജ് ഒക്കെ അയക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറുക, വിശേഷങ്ങൾ ചോദിക്കുക, അത് എഴുത്തായിട്ടും വോയിസ് ആയിട്ടും ഒക്കെ കൈമാറുക. അങ്ങനെ അന്വേഷണങ്ങൾ നടക്കുമ്പോ ആ ഒരു ബന്ധം എപ്പോഴും ഉണ്ടാകും. വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ പോയി ആ വീട്ടിലേക്ക് സന്ദർശനം നടത്തി, അവരെ നമ്മുടെ വീട്ടിലേക്കും കൊണ്ടുവന്ന് ഇവിടെയും അവർ സന്ദർശിക്കുക, അങ്ങോട്ടും സന്ദർശിക്കുക. പിന്നെയോ വല്ലിഹിദാ, പ്രസന്റേഷനുകൾ നൽകുക, അത് ബന്ധം ചേർക്കുന്നതിന്റെ ഒരു മാർഗമാണ്. പഴയ കാലത്തൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു, പണ്ടോന്ന് എനിക്കറിയില്ല. പഴയ കാലത്തൊക്കെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഗൾഫിൽ നിന്ന് വന്നാല് ആ കുടുംബം മൊത്തം ഒന്ന് വിസിറ്റ് ചെയ്യുമായിരുന്നു. ഇന്നും അങ്ങനെ ഉണ്ടായിരിക്കും, നമുക്കറിയാത്തോണ്ടാണ്. എല്ലാ ഭാഗങ്ങളിലും പോയി വരും, എല്ലാ കുടുംബങ്ങളോടും കയറി വരും. അപ്പോ എന്തെങ്കിലും ഒരു പലഹാരോ അല്ലെങ്കിൽ കാരക്കയോ അല്ലെങ്കിൽ സംസം വെള്ളമോ ഒക്കെ കൂടെ കരുതും. അതവർക്ക് കൊടുക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. ആ വീട്ടിൽ ഈ സംസം വെള്ളം പിന്നെ വരുന്ന മക്കളോടൊക്കെ പറയും, നമ്മളെ കുടുംബക്കാരൻ ഗൾഫിൽ നിന്ന് വന്നിരുന്നു, ഇന്നലെ ഇവിടെ വന്നിരുന്നു, നിങ്ങളൊക്കെ ചോദിച്ചു, അപ്പൊ എന്തേ കൊണ്ടുവന്ന്? സംസം വെള്ളം കൊണ്ടുവന്നു, കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവന്നു. അത് ആ വീട്ടിലേക്ക് വരുന്ന ഓരോരുത്തർക്കും ഒരു തമ്പ്രാണ് കൊടുക്കുന്നതെങ്കിലും, ഒന്നാണ് കൊടുക്കുന്നതെങ്കിലും അത് വലിയ സന്തോഷമാണ്. ഓരോരുത്തർക്കും ഒന്നേ കൊടുക്കാൻ മാത്രം ഉണ്ടായതുള്ളൂ എങ്കിലും ആ വീട്ടിലുള്ള ആളുകൾ 10-15 അംഗങ്ങൾക്ക് കണക്കാക്കി ഒരു 15 20 കൊടുക്കുമ്പോ അതുകൊണ്ട് നിലനിൽക്കുന്നത് ഒരു വലിയ ബന്ധമാണ്. അപ്പൊ ഈ ഹദിയ കൊടുക്കുക എന്ന് പറയുന്നത്, പ്രസന്റേഷനുകൾ, അത് ബന്ധം ചേർക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. നിലച്ചു പോകാൻ പാടില്ല, അതൊരു ബന്ധത്തിന്റെ വലിയ മാർഗമാണ് ഹദിയ കൊടുക്കുക എന്നുള്ളത്. അത് നിലക്കാൻ പാടില്ല, നിലച്ചു പോയാൽ പിന്നെ ബന്ധങ്ങൾ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹായിക്കണം, മറക്കാതിരിക്കുക. ഖുർആൻ പണ്ഡിതന്മാർ എന്ന് പറയുന്നു, മറക്കരുത്, കുടുംബക്കാരെ മറക്കരുത്. നിങ്ങളിപ്പോ നമ്മളെ മറന്നൂലേ? കഴിഞ്ഞ വർഷം എപ്പോഴോ ഒരു വട്ടം കണ്ടതാണ്. ഹദീസിലും പറഞ്ഞല്ലോ, സിലു അർഹാമക്കും വലൗ ബിസ്സലാം, ബന്ധങ്ങൾ ചേർക്കണം സലാം പറഞ്ഞിട്ടെങ്കിലും. സലാം പറഞ്ഞിട്ട് എഴുതി അറിയിച്ചിട്ട് ബന്ധങ്ങൾ വീണ്ടും വീണ്ടും ചേർക്കണം. സലാം അതിന്റെ ഒരു മാർഗമാണ്. ഞാനതാ പറഞ്ഞു, നമുക്ക് എളുപ്പമാണ് ഈ മാർഗം, ബുദ്ധിമുട്ടൊന്നുമില്ല, കുറഞ്ഞ സമയം വരുള്ളൂ. അപ്പുറത്തുള്ള ആള് സലാം കേൾക്കുമ്പോ എന്തൊക്കെ വിഷയം, മൂപ്പര് അന്വേഷിച്ചല്ലോ, നല്ല ബന്ധമാണ്. അമ്മോങ്കാക്കൊക്കെ വരാൻ കഴിയില്ലെങ്കിലും മൂപ്പര് നമ്മളെ കാര്യങ്ങളൊക്കെ നല്ലോണം അന്വേഷിക്കും.
നല്ല ബിസിനസിന്റെ തിരക്കായതുകൊണ്ട് വരാൻ കഴിയില്ല. പക്ഷേ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വിളിച്ചന്വേഷിക്കും. അത് നല്ല പ്രാർത്ഥന ലഭിക്കാൻ, സന്തോഷം ലഭിക്കാൻ. ഏതെങ്കിലും ഒരാൾക്ക് വിഷമാവസ്ഥ വന്നാൽ എന്നും എല്ലാ ആഴ്ചയും നമ്മളോട് ബന്ധം പുലർത്തുന്ന ആളാണ്. പടച്ചോനെ, ഞങ്ങളായിട്ട് ഇത്രയും ബന്ധമുള്ള ആളാണ്, നീ ആ രോഗം കൊടുത്തിട്ട് ബുദ്ധിമുട്ടാക്കരുത്, നീ അത് ശിഫയാക്കണം എന്ന് ആ ബന്ധത്തിന്റെ പേരിൽ ഒരു കുടുംബ ബന്ധം ഉള്ള ആള് പറയുമ്പോ അള്ളാഹു അതിന് പ്രത്യേക പരിഗണന കൊടുക്കും. കാണാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇബാദത്താണ്. ഒരു സഹോദരനെ കാണാൻ വേണ്ടി ഒരാൾ പോയി, സന്ദർശിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി. എന്നാൽ ആ പോകുന്ന വഴിക്കൊക്കെ ഒരു നല്ല മെസ്സേജ് മലക്ക് കൈമാറുന്നുണ്ട്. ഇയാളെ കൂടെ 2 മലക്ക് അവിടെ എത്തി സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരെ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, തിബുത്ത, നീ വിശുദ്ധനായി, നിന്റെ നടത്തം ലാഭകരമായി. നിന്റെ ഈ നടത്തം ആഖിറത്തിലേക്കുള്ള വലിയൊരു സന്തോഷമുള്ള അമലാണ്. ഈ ഒരു വിസിറ്റിംഗ് കൊണ്ട് നിനക്ക് ലഭിച്ചത് സ്വർഗത്തിൽ നല്ല ഒരു സീറ്റാണ്, നല്ലൊരു സ്ഥാനം സ്വർഗത്തിൽ നീ റിസർവ് ചെയ്തു. ബുദ്ധിമുട്ടാകേണ്ടതില്ല, നല്ല സന്തോഷാണ്. ഒരു സന്ദർശനം കൊണ്ട് മലക്കുകൾ വന്ന് സന്തോഷിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഹദീസാണ്. അപ്പൊ സന്ദർശനം കഴിയുമ്പോഴൊക്കെ, ചിലപ്പം വർഷത്തിലൊരിക്കൽ കഴിയുള്ളൂ, എന്നാലും പോയി വരണം. അല്ല, മാസത്തിൽ കഴിയുന്ന അകലത്തിലും ദൂരത്തിലാണെങ്കിൽ ഒന്ന് പോയി വരിക. കുടുംബങ്ങൾ എല്ലാവരെയും സന്ദർശിക്കുന്ന ഒരു ദിനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 ദിനം, അത് 2 പെരുന്നാളാണ്. അതുകൊണ്ടല്ലേ ഹദീസിന് അത്രയും വിശദീകരണങ്ങൾ കൊടുത്തത്. ഇദാ കാന യൗമു ഈദിൻ ഖാലഫത് ത്വരീഖ്, പെരുന്നാൾ ദിനമായാൽ 2 വഴിക്കായിരുന്നു തങ്ങൾ പോകുന്നതും വന്നിരുന്നതും. എന്താണ് ആ 2 വഴിക്ക് പോയി വരുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? പണ്ഡിതന്മാര് വിശദീകരിച്ചു. കുടുംബാംഗങ്ങളെ മൊത്തം കാണലാണ്. പോകുമ്പോ, പള്ളിയിലേക്ക് പോകുമ്പോ ഒരു വഴിക്ക് പോകുമ്പോ ആ ഭാഗത്തുള്ള കുടുംബങ്ങളെ മൊത്തം കണ്ടു. തിരിച്ച് മറ്റൊരു വഴിക്ക് പോകുമ്പോ മറ്റേ ഭാഗത്തുള്ള ആളുകളെയും കണ്ടു. അവർക്കൊക്കെ സ്വതക്ക കൊടുക്കുന്നത് ലക്ഷ്യമായിരുന്നു. പെരുന്നാളിന്റെ അന്ന് എല്ലാവരോടും ആശംസ കൈമാറുന്നത് ലക്ഷ്യമായിരുന്നു. പെരുന്നാളിന്റെ അന്ന് ആ പോകുന്ന 2 വഴികളും തക്ബീർ ചൊല്ലുക ലക്ഷ്യമായിരുന്നു. ഇങ്ങനെ 10-11 വ്യാഖ്യാനങ്ങൾ ആ ഒരൊറ്റ ഹദീസിനുണ്ട്. ഇരിക്കട്ടെ, 2 റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോ ആ 2 ഭാഗങ്ങളിലുമുള്ള കുടുംബത്തിന്റെ ഇടയിലാണ് നെറ്റിയിൽ നിന്ന് നിർഗളിക്കുന്ന നല്ല നല്ല മുത്തുമണികളെ പോലെയുള്ള സൗഗന്ധിക വടിച്ചുകൊണ്ട് കുപ്പിയിലേക്ക് ഇങ്ങനെ നിറക്കുന്നത്. പലപ്പോഴും ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്യുന്ന പതിവുണ്ട്. ആ പതിവ് കണ്ടപ്പോഴാണ് മാദാ തസ്നഈന യാ ഉമ്മ സുലൈം, ഉമ്മു സുലൈമേ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ, ഇത് ശേഖരിക്കുകയാണ്. എന്തിനാണ് ശേഖരിക്കുന്നത്? നർജൂ ബറകതഹു ലിസുബിയാനിനാ നസ്തശ്ഫീഹി ബിഹാ, രോഗശമനത്തിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി ഞങ്ങളെ കുട്ടികൾക്ക് പുരട്ടി കൊടുക്കാനാണ്. തലവേദന വരുമ്പോ, അവർക്ക് ഓർമ്മക്കുറവ് വരുമ്പോ, പഠനത്തിന് ഉത്സാഹം കുറയുമ്പോ, എന്തെങ്കിലുമൊക്കെ അബോധാവസ്ഥകളോ അതുപോലെ തന്നെ അപസ്മാര രോഗങ്ങളൊക്കെ വരുമ്പോ അവിടുത്തെ ഈ ശറഫാക്കപ്പെട്ട സുഗന്ധം ഒന്ന് പുരട്ടി കൊടുക്കാനാണ്. മറ്റൊരു റിവായത്തിൽ, നബിയെ, ഞങ്ങൾ അത്തറിൽ ഇതിൽ നിന്നൊരു തുള്ളി ഓരോ കുപ്പിയിലും മുറ്റിക്കാനാണ്. ഇത് ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധമാണ്. ഇതിനെ മറികടക്കുന്ന ഒരു സുഗന്ധം ലോകത്തില്ല. അത് ഞങ്ങൾ അത്തറിലേക്ക് ചേർക്കുമ്പോ ഞങ്ങൾ അത്തറിന് വിട്ടുമാറാത്ത വാസന വരുന്നു. ചിലപ്പോ ആ വീട്ടിൽ പോയി സന്ദർശിച്ച് തിരിച്ചു പോരുമ്പോ ഭക്ഷണം കഴിക്കും. അങ്ങോട്ട് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ തങ്ങൾ കയ്യിൽ കൊണ്ടുപോകും. അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. ആ വീടുകളൊക്കെ സന്ദർശിക്കാറുണ്ട്. എല്ലാ സമയങ്ങളിലും ഓരോ പദ്ധതികളുള്ള നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും കുടുംബ സന്ദർശനം, കുടുംബ ബന്ധങ്ങളും വരാറുണ്ട്. അതവർക്ക് വിതരണം ചെയ്ത് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ
അത് കൊടുത്തേക്കുന്ന കുറെ വീടുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വീടാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ വീട്. മറ്റൊരു വീടാണ് ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയുടെ വീട്. വേറൊരു വീടാണ് സുവൈബത്തുൽ അസ്ലമിയ്യ റളിയല്ലാഹു അൻഹയുടെ വീട്. മറ്റൊരു വീടാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമ്മയാണ്. അബ്ദുൽ മുത്തലിബ് പ്രത്യേകം ഏൽപ്പിച്ചതാണ് ഉമ്മു ഐമൻ ബീവിയെ, നിങ്ങൾ നല്ലോണം കുട്ടിയെ നോക്കണം, ശ്രദ്ധിക്കണം. ഹാദിനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരകയാകാനുള്ള ഭാഗ്യം ലഭിച്ചു. താരാട്ട് പാടിയ മറ്റൊരു മഹദിയുണ്ട്, ബീവി ശൈമാ റളിയല്ലാഹു അൻഹ. അവർക്കുമുണ്ട് ഈ ഹദിയയിൽ നിന്ന്. ഇതൊരു വല്ലാത്ത ബന്ധമാണ്. അവരോടുള്ള ആദരവ് ആ ബന്ധത്തിന്റെ ഒരു തെളിവാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളെ സദസ്സിലേക്ക് വന്നപ്പോൾ ഇരിക്കാൻ എവിടെയും സ്ഥലം കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവെടുത്തിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തു. അത് വിരിച്ചിരിക്കാൻ പറഞ്ഞു. ബഹുമാനമാണ്, അവരോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. ബന്ധം കൂടുതൽ സുദൃഢമാകാൻ ആദരവ് ഒരു കാരണമാണ്. സ്നേഹവും അതുപോലെ തന്നെ സഹകരണവും സന്തോഷത്തിന്റെ കൈമാറ്റവും അതിൽ മികച്ചതാണ്. ഇനി അതിനൊന്നും സാധിക്കാത്തവർ സലാം പറയണം, സലാം കൊടുത്തേക്കണം. അതിന് പ്രത്യേകം ഒരു സമയബന്ധിതമായ കണക്ക് ശറഅ് പറയുന്നില്ല. ഓരോ നാട്ടിലെയും പതിവനുസരിച്ച് ആ ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെയാണല്ലോ. വീട്ടിൽ സൽക്കാരം ഉണ്ടാകുമ്പോ ഒരു സൽക്കാരത്തിന് കുറച്ചാളുകളെ ബന്ധുക്കളെ വിളിക്കും, അടുത്തൊരു സൽക്കാരത്തിന് നേരത്തെ വിളിക്കാത്തവരെയും വിളിക്കും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവിടെ ഒരു മാർക്കം ചെയ്യുന്ന, ചേലാകർമ്മം നടത്തുന്ന, വലീമത്തുണ്ടാക്കൽ സുന്നത്തുള്ള ഒരു സദ്യയുണ്ട്. അതിന് ഈ രണ്ടു കൂട്ടരെയും അല്ലാത്ത വേറെ കൂട്ടരെയും വിളിക്കും. അങ്ങനെയാകുമ്പോ വർഷത്തിൽ നടക്കുന്ന ഈ മീറ്റിങ്ങുകളിൽ എല്ലാ ആളുകളും കുടുംബത്തിന്റെ ഓരോ തലങ്ങളും വന്നു ചേരും. ആണ്ടിന് ഒരു കൂട്ടര് വരും, അതുപോലെ തന്നെ റബീഉൽ അവ്വൽ മൗലിദിന് വേറൊരു കൂട്ടര് വരും, ഷെയ്ഖ് ജീലാനി തങ്ങൾ ആണ്ടിന് വേറൊരു കൂട്ടര് വരും. എല്ലാവരും ഇങ്ങനെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ആ ബന്ധത്തിന്റെ വില കാത്തു സൂക്ഷിക്കാനും അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് ബഹുമാനങ്ങൾ വാരിക്കൂട്ടാനുമുണ്ട്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സ്നേഹം, ഉമ്മമാരെ, സഹോദരങ്ങളെ, ഞാനത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ. മാതാപിതാക്കളോടുള്ള ബന്ധത്തിന്റെ ബഹുമാനം നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ബാപ്പാനോടും ഉമ്മാനോടുള്ള ബന്ധം വലിയ ബന്ധമായിട്ട് തന്നെയാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഖുർആനിൽ എവിടെയും അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം പിന്നെ ചേർത്തി പറയുന്ന ഒന്ന് അല്ലാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കണമെന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം. തൊട്ട് താഴെ അല്ലാഹ് പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളെ നല്ലോണം സേവിക്കണം, നല്ലോണം ബഹുമാനങ്ങൾ കൊടുക്കണം, സന്തോഷങ്ങൾ കൊടുക്കണം, അവർക്ക് ഖാദിമീങ്ങളായി വർത്തിക്കണം. അവർക്ക് വേണ്ട ഖിദ്മത്തിന് രാത്രി ഉറക്കമൊഴിക്കേണ്ടി വന്നാൽ അത് വലിയ സന്തോഷമാണ്. പകല് അവർക്ക് നേരം പോക്കിന് വേണ്ടി കുറച്ചു നേരം അവരുടെ അടുത്തിരിക്കേണ്ടി വന്നാൽ അത് വലിയൊരു ധർമ്മമാണ്. സന്തോഷങ്ങൾ കൊടുക്കണം. എല്ലാ വക സന്തോഷങ്ങളെ കൊണ്ടും അള്ളാഹുവിനോട് നാം നിർവഹിക്കുന്ന ആരാധനകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കും. തൊട്ടു താഴെ അല്ലാഹു ഒരു 8 നമ്പർ എണ്ണി പറയുന്നുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബാ വല്ലതാമാ വൽ മസാകീനി വൽ ജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീലി വമാ മലക്കത് അയ്മാനുക്കും. ഇവരോടൊക്കെ നല്ല ബന്ധങ്ങൾ ചേർക്കണം. എണ്ണി പറഞ്ഞ കുറെ വിഭാഗം. അതിൽ ആദ്യം പറഞ്ഞത് മാതാപിതാക്കളെയാണ്. കാരണം ആ മാതാപിതാക്കളുടേക്കുള്ള ബഹുമാനം അത് മനുഷ്യരോട് മൊത്തം അള്ളാഹുവിന്റെ ഒരു വസിയ്യത്താണ്. ഖുർആനിൽ അല്ലാഹു തആല എല്ലാ മനുഷ്യരോടും, മുഅ്മിനീങ്ങളോട് നല്ല അള്ളാഹുവോട് പ്രയോഗിച്ചത് വവസ്സൈനൽ ഇൻസാൻ, മനുഷ്യരോടാ. മനുഷ്യകുലത്തോട് നമ്മൾ വസിയ്യത്ത് ചെയ്യുന്നു ബിവാലിദൈഹി ഇഹ്സാന. മാതാപിതാക്കൾക്ക് വലിയ സേവനം ചെയ്യണം, ഗുണം ചെയ്യണം. അവിടൊക്കെ പ്രയോഗിച്ചൊരു വാക്കാണ് ഇഹ്സാൻ. അതുകൊണ്ട് ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു അങ്ങനെ തന്നെ അല്ലാഹു തആല പ്രയോഗിക്കാനുള്ള കാരണം
ഇഹ്സാൻ എന്ന് സാങ്കേതിക അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേറൊരു തലമുണ്ട്. ആത്മീയമായ വലിയൊരു മുന്നേറ്റമാണ് ഇഹ്സാൻ. ഈമാനും ഇസ്ലാമും ഒക്കെ ചോദിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇഹ്സാൻ ചോദിച്ച ഒരു രംഗമുണ്ടല്ലോ ഹദീസുകളിൽ. അതേപോലത്തെ ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തിയത്. എന്താ അങ്ങനെ നടത്താൻ കാരണം? മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ഖിദ്മത്തിൽ അത്രയും ആത്മാർത്ഥത പാലിക്കണം. അല്ലാഹു തആലാന്റെ വജ്ഹ് മാത്രം വിചാരിച്ച് ചെയ്യണം. വേറെ ഭൗതിക ലക്ഷ്യങ്ങളോ ഇങ്ങോട്ട് വല്ലതും കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരുന്നോ ഒന്നും കണക്കാക്കരുത്. അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്. ബിൽ വാലിദൈനി ഇഹ്സാനൻ. ഒരു സ്ഥലത്തൊന്നല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല അതേ പ്രയോഗമാണ് നടത്തിയത്. വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന. അതേ പ്രയോഗങ്ങളാണ് നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ആ ചെയ്യുന്ന സേവനത്തിൽ കുറവ് വരരുത്. വലിയ വിഷമം പിടിച്ചൊരു വാർത്തയാണ് പത്രത്തിൽ വായിച്ച വാർത്തകളിൽ. ഒരു ഉമ്മ മകനെയും മകളെയും പഠിപ്പിച്ച് നല്ല ഉദ്യോഗ തലങ്ങളിൽ വളർത്തി നല്ല ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാരാക്കി. അതിന് അശ്രാന്ത പരിശ്രമം, ഉമ്മ വേണ്ട ശ്രമങ്ങളൊക്കെ നടത്തി. ഉപ്പ മരണപ്പെട്ട ശേഷം ഇവർക്ക് രണ്ടുപേർക്കും ജോലിയൊക്കെ കിട്ടി, ശമ്പളമൊക്കെ ആയി, രണ്ടുപേരുടെയും കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് സ്ഥലങ്ങളും വീടുകളൊക്കെ ആയപ്പോ രണ്ട് വീടുകളിലും മാറി മാറി താമസിക്കുന്ന ഉമ്മ അവർക്കൊരു ഭാരമായി മാറിയപ്പോ ഉമ്മാനെ ആ രണ്ട് മക്കളും കൂടി വൃദ്ധസദനത്തിലാക്കി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തൊരു വല്ലാത്ത, സഹിക്കാൻ പറ്റാത്തൊരു വാർത്തയാണ്. വൃദ്ധസദനത്തിൽ നല്ല ക്ഷേമൈശ്വര്യത്തോടു കൂടെ തന്നെ ആ ഉമ്മ അങ്ങനെ മുന്നോട്ട് പോകാൻ ഉദാരമതികളുടെ സംഭാവനകൾ കാരണം ആ സഹായങ്ങളൊക്കെ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ സ്വീകരിച്ച് ഉമ്മ മുന്നോട്ട് പോകുമ്പോ ഈ ഉമ്മ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ഇവിടെ കൊണ്ടുവന്ന മേൽവിലാസമുള്ളത് മകന്റെയും മകളുടെയും അഡ്രസ്സാണ്. രണ്ടുപേരും ഡോക്ടർമാരാണ്. ഡോക്ടർമാരാണ്, ഇത് തരാറൊന്നുമില്ല, നല്ല തന്നെയാണ്. പക്ഷെ അച്ചടക്ക ബോധമുള്ള, അനുസരണമുള്ള ആൾക്കാരാകണം, നന്ദി ബോധമുള്ളവരാകണം. ദുനിയാവ് ഏറെ കിട്ടുമ്പോ സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും മറക്കുന്ന ആളുകളാകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോ പിന്നെ അതിൽ യാതൊരു പ്രത്യേകതയില്ലല്ലോ. മരിച്ച അന്ന്, മരണപ്പെട്ട അന്ന് ഉദ്യോഗസ്ഥന്മാർ, ബന്ധപ്പെട്ട ആളുകൾ ഇവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മാതാവ് മരണപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരും ഒരേ മറുപടിയാ പറഞ്ഞത്. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത മറുപടി. ഇവിടെ കുറെ പരിശോധനക്ക് വന്ന ആളുകൾ ധാരാളമാണ്. തിരക്കാണ്, അതുകൊണ്ട് നാളെ വരാൻ പറ്റുമോ നോക്കട്ടെ എന്ന്. സ്വന്തം മാതാവ് മരണപ്പെട്ടിട്ട് മക്കൾ കൊടുക്കുന്ന മറുപടിയാ സഹോദരങ്ങളെ. ആ മറുപടി വായിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും സ്നേഹമുള്ള, റഹ്മത്തുള്ള, കൃപയുള്ള ഒരു മനസ്സ് പടച്ചു. എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ്. ഉമ്മാന്റെ ഒരു കഷ്ടപ്പാട് അല്ലാഹു തആല വേറിട്ട് തന്നെ ഖുർആനിൽ എണ്ണി പറഞ്ഞില്ലേ? ഒരു തവണയല്ല, പല തവണ. ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫി അമൈൻ حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. 30 മാസമല്ലേ ഉമ്മ അനുഭവിക്കുന്ന ഒരു ത്യാഗം. ഒന്നും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥതയോടെ പോറ്റി വളർത്തുന്ന, ഗർഭധാരണ സമയത്ത് 3 മാസം 4 മാസം ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിക്കുന്ന ഉമ്മ, പലപ്പോഴും ക്ഷീണം വന്ന് ഒരു ഭാഗത്തേക്ക് മാത്രം കടക്കേണ്ടി വരുന്ന ഉമ്മ, നിന്നെ ഉപേക്ഷിക്കാതെ പോറ്റി വളർത്തി. കുട്ടിക്കാലത്ത് 2 വയസ്സിനിടയിൽ കൃത്യമായി ഒരു രാത്രിയും 4 മണിക്കൂർ 5 മണിക്കൂർ പൂർണ്ണ ഉറക്കം ആ ഉമ്മാക്കില്ല. 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് നീ ഒന്ന് കരയുമ്പോ മാറോട് ചേർത്തി നിർത്തി നിനക്ക് നല്ല അമ്മിഞ്ഞ പാല് നൽകി സന്തോഷത്തോടെ നീ മൂത്രമൊഴിക്കുമ്പോ എടുത്ത് ആ പാതിരാത്രിയിൽ ഉറക്കമൊക്കെ കണ്ണിൽ നിന്ന് മാറ്റി കഴുകി വൃത്തിയാക്കി വീണ്ടും അടുത്ത് ഉമ്മ വെച്ച് ചേർത്തി കിടത്തുന്ന ഉമ്മ, 4 മണിക്കൂർ ഒരു ദിവസം പോലും തുടരെ ഉറക്കം കിട്ടാത്ത മാതാവ്, 30
30 മാസക്കാലം വലിയൊരു ഭാരമാണ് ആ ഉമ്മ ചുമക്കുന്നത്. എന്നിട്ട് ഉമ്മാനെ മറന്നുപോയിരുന്നു. തിരക്കാണ്, നാളെ വരാന്നും പറയുമ്പോ ആ ഉമ്മ കൊടുത്ത മുലപ്പാലിന്റെ വില അറിയാത്തവർ, ആ ഉമ്മ സഹിച്ച സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്വം മനസ്സിലാക്കാത്തവർ അനുദിനം വർദ്ധിച്ചു വരുമ്പോൾ ആശങ്കകൾ ഏറുകയാണ് സഹോദരങ്ങളെ. അള്ളാഹു അതല്ലേ ആ രൂപത്തിൽ പച്ചയായി മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഹമലതുഹു ഉമ്മുഹു കുർഹാ വവളഅതുഹു കുർഹാ. തുല്യതയില്ലാത്ത പ്രയാസമാണ് സഹിക്കുന്നത്. പരാതിപ്പെട്ടോ ഇല്ല. ഈ ഉണ്ടാകുന്ന കുഞ്ഞെനിക്ക് വേണ്ടാന്ന് പറഞ്ഞോ ഇല്ല. നൊമ്പര വേദനകളൊക്കെ കടിച്ചിറച്ച് സഹിച്ചുകൊണ്ട് ഉമ്മ പുറത്തേക്ക് ഭൂമിയിലേക്ക് വന്ന നിന്നെ മാറോട് ചേർത്ത് അണച്ചുകൂട്ടി പിടിക്കുകയാണ്. വേദനയുടെ ഒരു പരിഭവവും ഒരാളോടും പങ്കുവെക്കുന്നില്ല. എത്രമാത്രം ഞാൻ വേദനിച്ചു എന്നറിയോ. ഈ കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് ഉമ്മ പറയുന്നില്ല. സന്തോഷത്തോടെ ഉമ്മ വെക്കുകയാണ്, വാരിപ്പുണരുകയാണ്. നീ എത്ര കരഞ്ഞാലും ഉമ്മാക്ക് നിന്നോട് പരിഭവമില്ല. 3-4 രാത്രികൾ നിനക്ക് അസുഖം ബാധിച്ച് അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോ കസേരയിലോ ബെഡിലേക്കോ ഇരുന്നു കൊണ്ട് ചാരി മാത്രം തൂങ്ങി ഉറങ്ങുന്ന മാതാവിന് ഓർമ്മയില്ലേ? ആ ഉമ്മ ഒന്ന് കടക്കാതെ ഇരുന്നിട്ട് മാത്രമല്ലേ ഉറങ്ങിയത്? നിന്റെ കരച്ചിൽ കൂടുതലാകുമ്പോ തൊട്ടിയുടെ കയറും പിടിച്ച് നിന്നുറങ്ങുന്ന ഉമ്മയാണ്. അടുത്ത് ഉമ്മയുണ്ട്, മോൻ ഉറങ്ങിക്കോ എന്ന നിലക്ക് ഉമ്മാന്റെ വാസനയും ചൂരും അടുപ്പിച്ചു വെച്ച് ഉമ്മ ഇവിടെ നിൽക്കുമ്പോ ഉറക്കം വരാത്ത കണ്ണുകളാണത്. ആ ഉറക്കം വരാത്ത കണ്ണുകൾക്ക് പ്രായാധിക്യത്തിൽ ഉറക്കം വരാതിരിക്കുമ്പോ ഒന്ന് കാവലിരിക്കാൻ, ഒന്ന് കിന്നാരം പറയാൻ, ഒന്ന് മനസ്സിനെ തണുപ്പിക്കാൻ, ഒന്ന് സന്തോഷം പകരാൻ ഒന്നുകൊണ്ടും ഉമ്മ വിഷമിക്കണ്ട, കൂടെ ഞാനുണ്ട്. ഒന്നുകൊണ്ടും ബാപ്പ വിഷമിക്കണ്ട, കൂടെ ഞാനുണ്ട്. ഒന്നും നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടെങ്കിലും സമാധാനിപ്പിക്കാൻ മനുഷ്യരൊന്ന് മുന്നോട്ട് വന്നാൽ അതെത്രമാത്രം വലിയ സുഹൃതമാണ്. അതുകൊണ്ട് ഉമ്മമാരെ മറന്നുകൂടാ. സ്വന്തം ഉമ്മ ഹയാത്തിലില്ലെങ്കിലും ഉമ്മയെ പോലെ പ്രവർത്തിച്ച മുഴുവൻ ഉമ്മമാരെയും സ്നേഹം കൊണ്ട് പൊതിഞ്ഞ നേതാവാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളത് മറക്കാൻ പാടില്ല. ആ 2 മക്കളും പറഞ്ഞ മറുപടി പത്രത്തിലൂടെ ഇങ്ങനെ വന്നപ്പോ, വാർത്ത വായിച്ചപ്പോ അറിയാതെ കരഞ്ഞുപോയി, ചിന്തിച്ചുപോയി. പടച്ചോനെ, അവസാനം ബാപ്പയും ഉമ്മയും ഒക്കെ മക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് അവരെ കൊണ്ട് വിഷമിച്ചുകൊണ്ട് ഖബറാളിയെ നോക്കിയിട്ട് യാ ലൈതനീ കുന്തു മകാന സ്വാഹിബി ഹാദൽ ഖബരി, ഈ ഖബറാളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അയാൾ കിടക്കുന്ന സമയമാകുന്നതിന്റെ മുമ്പ് ഞാനൊന്ന് പോയിരുന്നെങ്കിൽ എന്ന് അവസാന കാലത്ത് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാലം വന്നോ എന്ന് ചിന്തിച്ചുപോയി. അന്ന് ആ മക്കള് 2 പേരും വന്നില്ല. 2 ഡോക്ടർമാരും അന്ന് വന്നില്ല. പിറ്റത്തെ ദിവസം അവരെപ്പോഴാ വരുന്നത് എന്നറിയുമോ? ആ മരണാനന്ദ ക്രിയകളൊക്കെ വൃദ്ധസദനത്തിലും മറ്റുമുള്ള സാമൂഹ്യ പ്രവർത്തകരും ചേർത്ത് നടത്തിയിട്ട് കുഴിയിലേക്ക് വെക്കുമ്പോഴാണ് 2 മക്കളും വന്നണയുന്നത്. അവസാനം ഒരു വട്ടം ഉമ്മയുടെ മുഖമൊന്ന് നോക്കാനോ, ഒരൊറ്റ തവണ ചുംബനം നൽകാനോ, ഒരുപാട് കുറക്കൊഴിച്ചിരുന്ന കണ്ണിലേക്കും മുഖത്തിലേക്കും ഒന്ന് മാറി മാറി നോക്കാനോ ആ 2 മക്കളും വന്നില്ല. ഇവിടെയാണ്
നമ്മൾ ചിന്തിക്കേണ്ടത്. ബന്ധം പുലർത്തുന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷം അല്ലാഹു പഠിപ്പിക്കുമ്പോ അതൊരു ചെറിയ അടയാളമല്ല, ജീവിതത്തിലെയും ആഖിറത്തിലേക്കുമുള്ള ഒരു റിസൾട്ടാണ്, വിജയത്തിന്റെ റിസൾട്ടാണ്. സഹോദരങ്ങളെ, ഉമ്മാനെയും ബാപ്പാനെയും നോക്കുന്നത് ദുനിയാവിലെ വിജയത്തിന്റെയും റിസൾട്ടാണ്, ആഖിറത്തിലേക്കുള്ള വിജയത്തിന്റെയും റിസൾട്ടാണ്. രണ്ടും നമ്മൾ സ്വീകരിച്ചു പോകേണ്ടവരാണ്. ബന്ധം ചേർക്കുന്നത് കൊണ്ട് നമുക്ക് അല്ലാഹു ആയുസ് അധികം തരും. ദുനിയാവിൽ സന്തോഷമാണ്, ആഖിറത്തിലേക്കുമുള്ള സന്തോഷമാണ്. സാമ്പത്തിക പുരോഗതി അല്ലാഹു അധികം തരും. ആ ഒരു ബന്ധം ചേർക്കുന്നതിന്റെ മേൽവിലാസത്തിൽ എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും, എത്ര ബഹുദൂരമായി ജനങ്ങൾ കരുതുന്ന കാര്യം ചോദിച്ചാലും അത് അല്ലാഹു തആല തന്നിരിക്കും. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതിൽ ഇത്ര ഫലം ചെയ്യുന്നൊരു കാര്യം വേറെയില്ല. ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നു, വഹിയ അസ്റഉ അസറൻ, ഏറ്റവും വേഗത്തിൽ ഫലം കിട്ടുന്നതാണ് മാതാപിതാക്കളോടുള്ള എല്ലാ പാപങ്ങളും ഒരു പക്ഷെ അതിന്റെ അവധി വരെ പിന്തിക്കപ്പെട്ടേക്കാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലൽ ആഖ ലിൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് ഫഇന്നഹു യുഅജ്ജിലുഹു ലിസാഹിബിഹി ഫിദ്ദുനിയ, അതാ ചെയ്ത ആൾക്ക് ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല നേരത്തെ തന്നെ കൊടുക്കും, മരിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കും, കൊടുക്കാതെ കൊണ്ടൂല. അപ്പോ ഫലം കിട്ടുന്നത് പോലെ, ബന്ധം പുലർത്തി സേവനം ചെയ്തതിന് ഫലം കിട്ടുന്നത് പോലെ ഇതും കിട്ടും. ചരിത്രത്തിൽ നമുക്ക് കാണാം, നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, അവരെ കാലഘട്ടത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ സൈന്യത്തോടുകൂടെ പോകുമ്പോ എല്ലാവരും ഉണ്ടല്ലോ ആ സൈന്യത്തിൽ. നിർമ്മാതാക്കളുണ്ട്, മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്, മരം കയറാൻ പറ്റുന്നവരുണ്ട്, കാട്ടിൽ പോയി അധ്വാനിച്ച് പെട്ടെന്ന് സമ്പത്ത് കൊണ്ടുവരാൻ പറ്റിയവരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവിധ ശൈത്താന്മാരും സൈന്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല ശക്തന്മാരായ ജിന്നുകൾ, ഇഫ്രീത്തുകളൊക്കെ ഉണ്ട്. കടൽക്കരയിലെ സമീപത്തൂടെ നടന്നു പോകുമ്പോ മഹാനവറുകൾ വെറുതെ ഒന്ന് പറഞ്ഞു, ഈ കടലിന്റെ ആഴിയിലേക്ക് ഒന്ന് ഓളിയിട്ട് പറന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ളതോ അല്ലെങ്കിൽ അത്ഭുതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റിയത് ആരാ ഉള്ളത്? അപ്പൊ മുങ്ങൽ വിദഗ്ധന്മാരായ ഗവ്വാസ്, നല്ല കഴിവുള്ള ആൾക്കാര് ജിന്നുകളെ കൂട്ടത്തുനിന്ന് അവരങ്ങോട്ട് ഇറങ്ങി. അവരാ മുങ്ങൽ വൈദഗ്ധ്യം എന്ന് പറഞ്ഞാല് ഉപകരണങ്ങളൊന്നും ഘടിപ്പിച്ചല്ല, അല്ലാത്ത രൂപത്തിൽ തന്നെയാണ്. നമ്മളെക്കാളും ആടിയിലേക്ക് അവർ മുങ്ങിപ്പോയി. അവരെ കഴിവ് കൊണ്ട് അതിന്റെ ഉള്ളിലൊക്കെ തപ്പി വരും. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവര് കൊണ്ടുവന്നത് 1-ാം നമ്പർ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിന്റെ വാതിലുകളൊക്കെ അബ്വാബുഹാ മഫ്തൂഹ, എല്ലാം ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഒരിറ്റ് വെള്ളം ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. അതവിടെ കൊണ്ടുവന്ന് കരയിൽ വെച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാം അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോ നല്ല സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഉള്ളില് ഇബാദത്തിലാണ്, സുജൂദിലാണ്, അത് കഴിഞ്ഞ് പ്രാർത്ഥനയിലാണ്. മഹാനവറുകൾ വെയിറ്റ് ചെയ്തു. അതിന്റെ വേറെ റൂമിലേക്ക് പോയി നോക്കുമ്പോ ഭക്ഷ്യവസ്തുക്കളുണ്ട്, എല്ലാം ഉണ്ട്. എവിടുന്ന അത് പൊക്കിക്കൊണ്ടുവന്നത്? കടലിന്റെ ആഴിയിൽ നിന്നാണ്, വളരെ ആഴത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നതാണ്. അപ്പൊ ചോദിച്ച് വിഷയങ്ങൾ ചോദിച്ചു നോക്കുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെയും നൂറ്റാണ്ടുകൾക്ക്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള 1500 അതിലധികം വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ ഇപ്പോഴും യുവത്വത്തിലാണുള്ളത്. എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഒന്നുമല്ല, ഉപ്പാന്റെയും ഉമ്മാന്റെയും പ്രാർത്ഥനയാണ് ഇങ്ങനെ ഒരു മഹത്വം കിട്ടിയത്. എന്താ ഉപ്പ ദ്വാരുന്നത്? പഠിച്ചോനെ, എന്റെ മകൻ ഇച്ഛിക്കുന്ന അത്രയും, ആഗ്രഹിക്കുന്ന അത്രയും കാലം നിന്റെ ഇബാദത്തിലായിട്ട് നീ ദീർഘായുസം കൊടുക്കണം.
ഉമ്മാന്റെ ദുആയിലും ഇതുണ്ട്. പക്ഷെ ഉമ്മാന്റെ ദുആയിലും ഒന്നുകൂടി ഉണ്ട്, വലാ തജ്അൽ ലിശ്ശൈത്വാനി അലൈഹി സബീല. ഈ കുട്ടിന്റെ ഇബാദത്തിലോ മറ്റോ പിന്തിരിപ്പനായിട്ട് ഒരു ശൈത്താനെയും നീ ഏൽപ്പിക്കരുത്. നല്ല സന്തോഷത്തോടുകൂടെ ഇബാദത്ത് ചെയ്യാൻ അത്രയും ആഗ്രഹിക്കുന്ന ദീർഘായുസ് നീ അങ്ങ് കൊടുക്കണം. അങ്ങനെ ദുആയിരുന്നതാണ്. ബാപ്പയും ഉമ്മയെയും ഒരുപാട് കാലം ഞാൻ കൊട്ടയിലേറ്റി നടന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. പ്രായാധിക്യത്തിൽ അവർക്ക് ഞാൻ ഖാദിമായി നിന്നു. എന്റെ വകയാണ് തളർന്നു കിടക്കുന്ന ബാപ്പയെയും ഉമ്മയെയും കുളിപ്പിച്ചതും ഭക്ഷണം കൊടുത്തതും തോളിലേറ്റി നടന്നതും പലപ്പോഴും എന്റെ തോളിലേക്ക് അവരെ ശരീരങ്ങൾ വെച്ച് ചുമന്ന് നടന്നതും കൊട്ടയിലാക്കി കൊണ്ടുനടന്നതും ഒക്കെ ഞാനാണ്. ഞാൻ എപ്പോ ഭക്ഷണം കൊടുത്താലും ഉമ്മയും ദ്വാർക്കും ബാപ്പയും ദ്വാർക്കും. കണ്ണടക്കുന്നതിന്റെ മുമ്പും രണ്ടുപേരും അങ്ങനെ ദ്വാരുന്നു. എന്റെ മടിയിൽ കിടന്നിട്ടാണ് ബാപ്പയും ഉമ്മയും സന്തോഷത്തോടെ വിടവാങ്ങിയത്. ആ ഒരു ദുആഇന്റെ സൗന്ദര്യം കൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഒരു വിഷമമില്ലാതെ ഞാൻ ഇതിന്റെ ഉള്ളിൽ കഴിയുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാം സന്തോഷം കൊണ്ട് ചോദിച്ചു, നിങ്ങൾ നമ്മളെ കൂടെ കൊട്ടാരത്തേക്ക് വരുന്നോ? ഈ ചരിത്രങ്ങളോ കേട്ടപ്പോ ഒരു വല്ലാത്ത സംഭവമാണല്ലോ. നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരുന്ന സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തരാം. ഇല്ല, എന്നെ നിർബന്ധിപ്പിക്കരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ നബിയാണ്, ഞാൻ നിങ്ങൾക്ക് വിധേയപ്പെട്ടില്ല എന്ന് പറയരുത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥാനത്ത് തന്നെ നിൽക്കാം. നിങ്ങളുടെ സഹായികളോട് എന്റെ സ്ഥാനത്തേക്ക് തന്നെ എന്നെ മടക്കാൻ പറഞ്ഞാൽ മതി. അതല്ലേ എന്തൊരു ഫലാണ്. ചില മഹാത്മാക്കളായ ഉമ്മമാരും ഉപ്പമാരൊക്കെ ചോദിച്ചത് മക്കൾക്ക് വേണ്ടി അങ്ങനൊക്കെ ചോദിക്കാൻ പറ്റുമോ ചിന്തിച്ചു പോകും. അത്രയും ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ചതിനൊക്കെ അത്രയും അസറാണ്. അതേ രൂപത്തിൽ തന്നെ തിരിച്ചുകൊണ്ട് നമ്മൾ നല്ല ഗൗരവത്തോടെ കണക്കാക്കേണ്ട, എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മക്കളിൽ നമുക്ക് എതിര് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. എന്ത്? ബിർറു ആബാഅക്കും തബിർറുക്കും അബ്നാഉക്കും. മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം, നിങ്ങളെ മക്കൾ നിങ്ങൾക്കും ഗുണം ചെയ്യും. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്യുമ്പോ, സേവനം ചെയ്യുമ്പോ ഉറപ്പായിട്ട് നമ്മളെ മക്കൾ നമുക്ക് ഗുണം ചെയ്യും, സേവനം ചെയ്യും. ഒരു ആശങ്കയും വേണ്ട. അത് കിട്ടുന്ന ഒരു സന്തോഷമാണ്. പലരും മക്കളെ കാണാനില്ല, അവരെ കൊണ്ട് കാര്യമില്ല, ഉണ്ടായിട്ടും പുരയിലുണ്ടായിട്ടും വളർന്നിട്ടും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുമ്പോ അനുഭവിക്കുന്ന സുഖങ്ങൾ, സന്തോഷങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതിന്റെ കാരണം അവരുടെ വാപ്പക്കും ഉമ്മക്കും ഹിദ്മത്തിലായി വർത്തിച്ചത് കൊണ്ട് ഈ മക്കള് വാപ്പാനെ വിട്ടുപോകൂല, ഉമ്മാനെ വിട്ടുപോകൂല. അപ്പാക്ക് സുഖമില്ലാതായി, മോനെ ഇന്ന് കടയിൽ പോണില്ലേ, ഇന്ന് ഞാൻ ലീവാക്കിയാണ്, ഞാൻ കടക്കാരോട് വരൂലെന്നോ. അല്ല മോൻ പോയിക്കോ. അല്ല വാപ്പ ഞാൻ പോണില്ല, ഞാൻ നിങ്ങളെ കൂടെ ഇവിടെ ഉണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പോയിക്കോ. അല്ല എനിക്ക് പോകാന്ന് തോന്നുന്നില്ല, അവിടെ കൂടാ. എന്തിന്? എല്ലാവരും പോയിട്ട് ഞാൻ ഒറ്റക്കായി ഉപ്പാക്ക് തോന്നരുത്. എല്ലാ മക്കളും അവിടെ നിൽക്കുക. അങ്ങനെ 2-3 ദിവസം റെസ്റ്റോ കഴിഞ്ഞ് ഉപ്പ റാഹത്തോടെ എല്ലാരും നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്നൊക്കെ സന്തോഷം പറഞ്ഞപ്പോഴാണ് പിന്നെ ആ മക്കൾ പോകുന്നത്. ഇങ്ങനെ അവര് ആ ബാപ്പയെയും ഉമ്മയും ചുറ്റിപ്പറ്റി നോക്കാനുള്ള കാരണം എന്താ? ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ ഉപ്പയുടെ ഉപ്പയെയും ഉമ്മയെയും അതുപോലെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. ആ നോക്കിയതിന്റെ ഗുണമായിട്ട് അല്ലാഹു തആല നൽകുന്നതാണിത്. അതുകൊണ്ടാണ് ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ബിർറു ആബാഅക്കും തബിർറുക്കും അബ്നാഉക്കും. നിങ്ങളുടെ പിതാക്കൾക്ക് മാതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. നമ്മളെ യുദ്ധം പറഞ്ഞ തൊട്ടു ഉടനെ അല്ലാഹു തആല പറയുന്നു, വബിദിൽ ഖുർബാ, കുടുംബക്കാരോടും സേവനം ചെയ്യണം. വല്യതാമ, ബന്ധം പുലർത്തേണ്ട വേറൊരു വിഭാഗമാണ് സമൂഹത്തിൽ അനാഥകൾ. വൽ മസാക്കീൻ, അഗതികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വിഭാഗമാണ് എണ്ണി പറഞ്ഞത്, യതീമുകളും മിസ്കീന്മാരും. തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അവരോട്, രണ്ടാളോടും. അതുകൊണ്ടാണ് യതീം കുട്ടികളെ വീട്ടിലേക്ക് നിരന്തരം തങ്ങൾ ചെല്ലുന്ന പല വീടുകളും മദീനയിൽ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒരു വീടാണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്. മഹാനവറുകൾ മൂത്തത്തിൽ ഷഹീദാകുമ്പോ മക്കൾ മുഴുവനും ചെറിയ പ്രായമാണ്. 33-ാമത്തെ വയസ്സിലാണ് ജാഫർ റളിയല്ലാഹു അൻഹു മൂത്തത്തിൽ ഷഹീദായത്. ആ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ അത്ര തങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്.
ആഖിറത്തിലുള്ള ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ പദവികൾ പോലും തങ്ങൾ ആ മക്കളുടെ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ പത്നിക്കും ആ മക്കൾക്കും അവരെ ഉമ്മാക്കും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നീ റഅയ്തു ജഅഫറൻ യതീറു മഅൽ മലായിക. ജാഫർ റളിയല്ലാഹു അൻഹു മലക്കുകളോടൊപ്പം സ്വർഗ്ഗത്തിൽ പാറി പറന്ന് നടക്കുന്നത് ഞാൻ കണ്ടു. ലഹു ജനഹാനി ഖളറവാൻ. രണ്ട് ഭാഗത്തെ അവയവങ്ങളും ശത്രുക്കൾ വെട്ടിമാറ്റിയപ്പോ അള്ളാഹു സ്വർഗത്തിൽ രണ്ട് പച്ച നിറത്തിലുള്ള ചിറകുകൾ, സങ്കടങ്ങൾ മാറ്റാനാണ് തങ്ങൾ പറഞ്ഞത്. ആല ജഅഫറിൻ തആമാ. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന്, മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. സംഭാവന ബക്കറ്റ് വരുന്നുണ്ട്. നമ്മളൊക്കെ നല്ല സംഭാവന കൊടുക്കുന്ന നേരത്തെ സ്വാഗത ഭാഷണത്തിൽ മജീദ് സഖാഫി പറഞ്ഞല്ലോ, മൂപ്പർക്ക് ഒരുപാട് കൊല്ലത്തെ അനുഭവം ഉണ്ട്. ഇവിടെ എല്ലാവരും നല്ലോണം തരും, അതുകൊണ്ട് എല്ലാവരും നല്ലോണം കൊടുക്കണം. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വന്ന്, സെയ്തവറുകൾ വന്ന് നമ്മുടെ സദസ്സിൽ സമാപന പ്രാർത്ഥന നിർവഹിക്കും. നമ്മുടെ ഉറ്റവരുടേവരിലേക്ക് നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ കൺകുളിർമയാർന്ന അമലുകളാക്കി അള്ളാഹു എത്തിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർ ഈ കൊടുക്കുന്ന സ്വതക്കകളെ കൊണ്ട് വലിയ സന്തോഷങ്ങൾ അവർക്ക് അല്ലാഹു തആല ഏറ്റി നൽകുമാറാകട്ടെ. ഇരിക്കട്ടെ, ആ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അയൽവാസികളായ സഹോദരിമാരെ വിളിച്ച് തങ്ങൾ പറഞ്ഞു, അവര് ഭക്ഷണം ഉണ്ടാക്കുന്ന രൂപത്തിലൊന്നുമല്ല, അവർക്ക് വല്ലാത്ത ടെൻഷനാണ്. നിങ്ങൾ പോയിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളെ പുരേന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ ഉമ്മാക്കും ആ മക്കൾക്കും ഒക്കെ ഭക്ഷണം നിങ്ങൾ അവിടെ ഇരുത്തിയിട്ട് സന്തോഷത്തോടെ ഭക്ഷിപ്പിക്കണം എന്ന് തങ്ങൾ പറഞ്ഞു. ആ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ 3 മക്കളെയും എന്നും ഇടക്കിടക്ക് പോയി തങ്ങൾ മടിയിലിരുത്തിയിട്ട് തല തടവിയിട്ട് ഇങ്ങനെ ആനന്ദിപ്പിക്കും. അതിൽ ചെറിയ കുട്ടി ചോദിച്ച ചോദ്യത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടം സഹിക്കാതെ കരഞ്ഞുപോയത്. ഉപ്പ എന്നാ വരാന്നൊരു ചോദ്യം ചോദിച്ച ആ ചെറിയ കുട്ടി. ആ കുട്ടിക്കറിയില്ലല്ലോ ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദായ വിവരം. ഉപ്പ എന്നാണ് വരാന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറോട് ചേർത്തി പിടിച്ചു. തങ്ങൾ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ വീണുപോയി. അവിടുത്തെ വിശാലമായ റഹ്മത്ത് റഅഫത്ത് കൊണ്ട് ആ മക്കളെ ഏറ്റെടുത്ത് സന്തോഷം പറഞ്ഞ് എന്നും സമ്പർക്കത്തിലായി സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ എല്ലാ ദിവസവും കാണുകയും നോക്കുകയും ചെയ്ത് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയെടുത്തു. പിൽക്കാലത്ത് നിങ്ങൾ നോക്ക്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരെ ചരിത്രത്തിൽ കാണാം. എവിടെ പോകാണെങ്കിലും അവരെ കൂടെ ഉണ്ടാകുന്ന ഒരു മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പോകുമ്പോ ജാഫർ തങ്ങളെ മോനെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ടേ പോകാറുള്ളൂ. രണ്ടുപേരും ഹജ്ജിന് പോകുന്ന സമയത്തും ജാഫർ തങ്ങളെ മോനെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി നിങ്ങളും വരി, നമുക്ക് ഒരുമിച്ച് പോകാം. കാരണം ആ 2 മക്കളും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കണ്ടിട്ടുണ്ട്. ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിപ്പിക്കുന്നതും തലോടുന്നതും അവർക്ക് സ്നേഹങ്ങൾ കൊടുക്കുന്നതും അവരെ വീട്ടിൽ ഇടക്കിടക്ക് തങ്ങൾ പോകുന്നതും ഇടക്കിടക്ക് എന്ത് ഹദിയകൾ കിട്ടുമ്പോഴും കൊണ്ടുപോയി കൊടുക്കുന്നതും ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പൗത്രന്മാർ 2 പേരും അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. ഹജ്ജിന് പോകുന്ന സമയത്ത് 3 പേരും ഹജ്ജിന് പോകുകയാണ്. പോകുമ്പോൾ അവരുടെ കൂടെയുണ്ടായിരുന്ന സാധന സാമഗ്രികൾ ആരോ അപഹരിച്ചു പോയി. ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് അവരുടെ കയ്യിലുണ്ടായിരുന്നു, 3 പേരുടെയും കയ്യിൽ. യാത്രക്ക് വേണ്ട ചെലവുണ്ടായിരുന്നു, പക്ഷേ ആരോ അപഹരിച്ചു, കട്ടെടുത്ത് കൊണ്ടുപോയി. ഇനി എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? യാത്ര മുന്നോട്ട് നീങ്ങിയപ്പോൾ വിശപ്പും ദാഹവും വന്നു. ഒരു സ്ഥലത്ത് അവര് വാഹനത്തിൽ നിന്നിറങ്ങി, ഈ വീട്ടിലെ സമ്പത്ത് ഒരു ആട് മാത്രമാണ്, ആ ആടിന് പാലുണ്ടെങ്കിൽ മക്കൾ കറന്നു കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അവര് പാൽ കറന്നു, 3 പേരും കുടിച്ചു. ദാഹം മാറിയപ്പോ അൽഹംദുലില്ലാഹ് ഉമ്മാക്ക് വേണ്ടി അവര് സന്തോഷങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അല്ലാഹു വലിയ ഖൈർ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിപ്പോ ദാഹം മാറി, പക്ഷേ വിശപ്പും മാറ്റി തരുമോ ഉമ്മ?
ഉമ്മ പറഞ്ഞു, ഈ 3 മക്കളെയും കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആകെ ഒരു ആടേ ഉള്ളൂ, അതിനെ അറുത്ത് ഞാൻ വേവിച്ച് ഭക്ഷണമാക്കി തരാം. ഒരൊറ്റ ആടിനെ അറുത്ത് ആ 3 പേർക്കും ഭക്ഷണമാക്കി സന്തോഷത്തോടെ കൊടുത്തു. ഭർത്താവ് വീട്ടിലില്ല. അവര് പറഞ്ഞു, ഞങ്ങള് നഹ്നു നഫറും മിൻ ഖുറൈശ്, ഖുറൈശ് ഖബീലയിൽപ്പെട്ട ആളുകളാണ് ഞങ്ങള്. നിങ്ങൾ മദീനയിലേക്ക് വരുമ്പോ ഞങ്ങളെ കണ്ടിട്ടേ തിരിച്ചു പോകാവൂ, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ മക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതിലെ വരാൻ പറ്റിയാൽ ഞങ്ങൾ ഇതിലെ വരും, വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അന്വേഷിക്കണം. പേരും മേൽവിലാസങ്ങളൊക്കെ നൽകി. എന്നിട്ട് തിരിച്ചുപോയി. വൈകുന്നേര സമയമായപ്പോ ഭർത്താവ് വന്നു. ആടെവിടെയെന്ന് ചോദിച്ചു. ആടിനെ ഞാൻ ഇങ്ങനെ ബലി കഴിച്ച് ഒരു നല്ല 3 പേരടങ്ങുന്ന ഒരു സംഘം ഇവിടെ വന്നിരുന്നു. ഹജ്ജിന് പോകുന്നവരാണ്. അവരെ കൂടെയുള്ള സാമഗ്രികളൊക്കെ ആരോ കട്ടുകൊണ്ടുപോയി. ചെലവിനുള്ളതൊക്കെ അതിന്റെ കൂട്ടത്തിലാണുള്ളത്. ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനെ അറുത്ത് ഭക്ഷണം കൊടുത്തു. ഭർത്താവ് ദേഷ്യപ്പെട്ടു. നമുക്കാകെ സമ്പാദ്യമായിട്ടുള്ള ഒരു ആടിനെ ഖുറൈശികളാണെന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങളങ്ങ് കൊടുത്തോന്ന് ചോദിച്ചു. ആ ഉമ്മ സഹിച്ചു, ഒന്നും മറുപടി പറഞ്ഞില്ല. ചരിത്രം അങ്ങനെ പറയുന്നു. ഹജ്ജ് കഴിഞ്ഞ് അതുവഴിക്ക് അവർക്ക് മടങ്ങി വരാൻ പറ്റിയില്ല. മദീനയിലേക്ക് അവരെത്തി. വർഷങ്ങൾ 10-12 വർഷങ്ങൾക്ക് ശേഷം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഒരു ഭാര്യയും ഭർത്താവും 2 കൊട്ടയിൽ ഒട്ടകത്തിന്റെ കാഷ്ടങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുക്കുന്നത് കണ്ടു. ഒട്ടകത്തിന്റെ ഉണക്ക കാഷ്ടങ്ങൾ അത് വളമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വിൽപ്പന നടത്തിയിട്ട് ഭക്ഷണത്തിനും മറ്റുമുള്ള വകുപ്പ് കണ്ടെത്താനാണ്. ഹസൻ റളിയല്ലാഹു അൻഹു തുറിച്ചു നോക്കി. ഉമ്മാൻ എവിടോ കണ്ടു പരിചയമുണ്ടല്ലോ. കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ ഉമ്മ ആയിരിക്കുമല്ലോ അന്ന് നമുക്ക് പാല് തന്നതും ആടിനെ അറുത്തതും ഈ ഉമ്മ തന്നെയല്ലേ. ഒന്ന് സംസാരിച്ചു നോക്കിയ ശബ്ദം കേട്ടാൽ മനസ്സിലാവും. ഉമ്മാനോട് ചുമ്മാങ്ങൾ എവിടെ, നാട് വീട് എവിടെ, വീടും നാടൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് അതന്നെയാണ്, അതേ ഉമ്മ തന്നെയാണ്. നിങ്ങളെന്താ ഇവിടെ? മോനെ, ഞങ്ങള് ദാരിദ്ര്യം കൊണ്ട് പുറത്തിറങ്ങിയതാണ്, ജീവിക്കാൻ വകുപ്പില്ല. അത് കേട്ടപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ റഅഫത്തും റഹ്മത്തും ആണല്ലോ ഇവരെ ശിരകളിലൂടെ ഓടുന്നത്. തങ്ങളിൽ നിന്ന് കാണുന്ന കിട്ടുന്ന അതേ കാരുണ്യവും ആ കൃപയും അത് മനസ്സിലാക്കാൻ ഏറ്റവും അവിടുത്തെ താവടി അവിടുത്തെ മക്കളെയും പേരമക്കളെയും നോക്കലാണ്. അത് നോക്കിയാൽ അത് ശരിക്ക് തിരിയും. അപ്പൊ ഉമ്മാനെ വിളിച്ചു, നിങ്ങൾ വരീന്ന് പറഞ്ഞു. ഭർത്താവിനെയും വിളിച്ചോളിന്ന് പറഞ്ഞു. ആ കൊട്ടകളൊക്കെ അവിടെ വെച്ചേക്കുക, അതൊന്നും വേണ്ട, അതൊന്നും എടുക്കണ്ട, വരീന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയി നല്ലോണം സൽക്കരിച്ചിട്ട് പറഞ്ഞു, എന്താ വേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദിച്ചോളൂ, എന്തും തരാന്ന് പറഞ്ഞു. നിങ്ങളാണ് അന്ന് എന്നെയും എന്റെ സഹോദരൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹുവിനെയും 3 പേരെ സൽക്കരിച്ച് നിങ്ങളാണ്. ഉമ്മ പറഞ്ഞു, മക്കളെ എനിക്കതൊന്നും ഓർമ്മല്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ തന്നെയാണ് ആള്. വീട് ആ സ്ഥലത്തല്ലേ? അതെ. സ്ഥലമൊക്കെ പറഞ്ഞപ്പോ കറക്റ്റാണ്. ഉമ്മാക്ക് അതൊക്കെ മറന്നുപോയിട്ടുണ്ട്. പക്ഷെ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മറന്നിട്ടില്ല. നിങ്ങൾ തന്നെയാണ് ഭക്ഷണം തന്നത്, അതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടാൻ പറ്റൂല. എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചോളൂ, തരാം. 2 പേരും മൗനം പാലിച്ചപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു അപ്പുറത്തുള്ള പരിചാരകനോട് പറഞ്ഞു, സഹായിയോട് പറഞ്ഞു, 1000 ദീനാറും 1000 ആടുകളെയും കൊടുക്കൂ. ഇനി ഒരിക്കലും ഇവരെ കുടുംബത്തിലോ മക്കളിലോ പേരമക്കളിലോ പട്ടിണി വരാൻ പാടില്ല, പ്രാരാബ്ദം കൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ല. നല്ല ഐശ്വര്യത്തോടെ ക്ഷേമത്തോടെ ജീവിക്കണം. കുട്ടിക്കാലത്ത്, കൗമാരപ്രായത്തിൽ, യൗവനത്തിൽ, അതിനുശേഷം വിവാഹത്തിന്റെ മുമ്പും ശേഷമൊക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിരുന്ന, ലാളിച്ചിരുന്ന, ഭക്ഷണം കൊടുത്തിരുന്ന ഉമ്മമാരെയും സന്തോഷിപ്പിച്ചിരുന്നവരെയും പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷങ്ങൾ കൊടുത്ത് സ്വീകരിച്ചതുപോലെ ഈ മക്കളും അതാ ഈ ഉമ്മാനെയും ഉപ്പാനെയും സ്വീകരിക്കാൻ കൊടുത്തു. ഹസൻ റളിയല്ലാഹു അൻഹു കൊടുത്തു. 1000 ദീനാർ കൊടുക്കാൻ പറഞ്ഞു. വീട്ടിലുള്ള ഖിദ്മത്ത് എടുക്കുന്ന ആളോട് 1000 ദീനാർ എണ്ണിക്കൊടുത്തു. 1000 ആട്, ഒരാടിന്റെ ഇറച്ചി കൊണ്ടാണ് ഈ 3 പേരും സൽക്കരിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഇവരെ വിടരുത്, നേരെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം, ഞാൻ ഈ പറഞ്ഞതുപോലെ പരിചയപ്പെടുത്തി കൊടുക്കണം, അന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഉമ്മയാണെന്നൊക്കെ പറയണം, എന്നിട്ട് അവരെ വകയുള്ളതും വാങ്ങണം. എന്റെ വക്കെന്ന് കിട്ടിയിട്ട് മാത്രം പോകരുത്, അവരെ വകയും വാങ്ങണം.
ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ഖാദിമിനോട് ചോദിച്ചു, എന്താണ് സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹു എന്താ കൊടുത്തത്? 1000 ദീനാറും 1000 ആടും കൊടുത്തിട്ടുണ്ട്. എന്നാ ഞാനും കൊടുക്കുന്നു 1000 ദീനാറും 1000 ആടും. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ രണ്ടാളും മാത്രമല്ല യാത്രയിലുള്ളത്, അബ്ദുല്ലാഹിബ്നു ജാഫർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അങ്ങോട്ടും കൊണ്ടുപോകണം, അവരെ വകയും കിട്ടട്ടെ. ഈ കുടുംബം അന്ന് ഞങ്ങളെ സൽക്കരിച്ചില്ലേ? ഒന്നും ഇല്ലാത്ത സമയത്ത് മരുഭൂമിയിൽ ആരാ ഞങ്ങൾക്ക് തരാനുള്ളത്? എവിടുന്നാ വെള്ളം കിട്ടാനുള്ളത്? അന്ന് പാല് കറന്നിട്ട് കുടിക്കാനാണ് ഈ ഉമ്മ പറഞ്ഞത്. ഉമ്മയും ബാപ്പയും രണ്ടുപേരും കൂടി വാങ്ങിയ ആട്, അവര് പോറ്റി വളർത്തുന്ന ആടിനെ, ഒരൊറ്റ സമ്പാദ്യമായ ഒരു ആടിനെ മാത്രം ഞങ്ങൾക്ക് വേണ്ടി ബലിയെറുത്ത് ഭക്ഷണം തന്ന് സന്തോഷിപ്പിച്ചില്ലേ? അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അത്രയും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന അത്രയും കൊടുക്കണം. അബ്ദുല്ലാഹിബ്നു ജാഫർ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയപ്പോ മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം കൊണ്ടുപോയത് അങ്ങോട്ടായി പോയല്ലോ, ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നാല് അവരെ ക്ഷീണിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ ഇഷ്ടം പോലെ കൊടുക്കുമായിരുന്നു എന്ന്. എന്റെ സഹോദരങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും എന്താ കൊടുത്തതെന്ന് വെച്ചു. അപ്പൊ കൊണ്ടുപോയ ആള് പറഞ്ഞു, ഓരോരുത്തരും 1000 ദീനാറും 1000 ആടും കൊടുത്തിട്ടുണ്ട്. അവര് രണ്ടാളും സഹോദരങ്ങളല്ലേ, എന്നാ പിന്നെ എന്റെ വക 2000 ദീനാറും 2000 ആടുകളെയും കൊടുക്കുന്നു. 4000 ആടുകളെയുമായിട്ടാണ് ആ കുടുംബം മദീനയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നത്. ആ മനസ്സിൽ വന്ന ഒരു സന്തോഷം സഹോദരങ്ങളെ, അത് നിർവചിക്കാൻ കഴിയൂല. അങ്ങനെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു പാരമ്പര്യം എവിടുന്നാ കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഒരു മൂമിനായ മനുഷ്യനെ, അല്ല വേണ്ട, ഒരു പാവപ്പെട്ട മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇത്രയും നല്ലൊരു അമല് വേറല്ല. അവരെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ സ്വഹാബത്തിൽ നിന്ന് കണ്ടാൽ തങ്ങളേറെ സന്തോഷിക്കും. തങ്ങൾ സങ്കടപ്പെട്ടതും സന്തോഷിച്ചതുമായ നിമിഷങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ മഹാന്മാർ എണ്ണി പറഞ്ഞതാണ്, പാവപ്പെട്ട കുറച്ച് മുസ്ലിങ്ങളായ ആളുകൾ, പുതുമുസ്ലിങ്ങളാണ്, അവർ തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ അതിൽ പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട്, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളാണ്. അവരെ കയ്യിൽ ഒരു കൊട്ടയുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ ഇടുന്ന കൊട്ട, കൊട്ടൊക്കെ കാലിയാണ്. ഈ കൊട്ടയും ഈ വസ്ത്രവും കണ്ട് തങ്ങളൊന്നിങ്ങനെ തലതാഴ്ത്തി സങ്കടം കൊണ്ട്, പടച്ചോനെ, വസ്ത്രം ധരിക്കാൻ പോലും ഇല്ലാത്ത ആളുകളാണല്ലോ ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾ, ഭക്ഷണം കഴിക്കാൻ വിശപ്പടക്കാൻ ഒന്നുമില്ലല്ലോ. സങ്കടം കൊണ്ട് തങ്ങൾ തല താഴ്ത്തിയപ്പോ ആ സങ്കടം ശരിക്കും മനസ്സിലാക്കിയ സ്വഹാബ സദസ്സിൽ നിന്ന് എഴുന്നേറ്റുപോയി. പിന്നെ തങ്ങൾ തലപൊക്കി നോക്കുമ്പോ തങ്ങളെ മുന്നിലുള്ളത് കൗമാബൈൻ, 2 കൂമ്പാരങ്ങളാണ്. കൗമത്തും മിൻ തുആം വ കൗമത്തും മിൻ ലിബാസ്. വസ്ത്രത്തിന്റെ ഒരു കൂമ്പാരവും ഭക്ഷണത്തിന്റെ ഒരു കൂമ്പാരവും എല്ലാവരും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭം കണ്ടപ്പോ സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈഅ. ഇതേ പ്രവർത്തനം ഖിയാമത്ത് നാൾ വരെ നിങ്ങളെ പിൻപറ്റിക്കൊണ്ട് ആര് ചെയ്യുന്നോ സ്വഹാബ, അതിന്റെയൊക്കെ നല്ലൊരു ശതമാനം കൂലി നിങ്ങൾക്കുണ്ട്. നിങ്ങളാണ് ഈ നല്ല മാതൃക ഇവിടെ കാണിച്ചത്. ഞാൻ നിങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞില്ലെങ്കിലും എന്റെ ഭാവം നിങ്ങൾ മനസ്സിലാക്കി, എന്റെ വിഷമവും സങ്കടവും മനസ്സിലാക്കി നമ്മളെ ഇഖ്വാനുകളായ മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇത്രയും വലിയ സമ്പാദ്യം നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. എല്ലാവർക്കും തങ്ങൾ വസ്ത്രം എടുത്തു കൊടുത്തു. ആ വസ്ത്രം ധരിച്ചപ്പോൾ അവരെ മുഖത്ത് കണ്ട സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ഏറെ സന്തോഷഭരിതരാക്കി. അവരുടെ കൊട്ടകളിൽ ഭക്ഷ്യവസ്തുക്കൾ നിറച്ചു കൊടുത്തു. ആ പാരമ്പര്യത്തിൽ നിന്നാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു അവർ ഈ വിഷയം പഠിച്ച് സമൂഹത്തിന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് യതീമുകളും മിസ്കീന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള 2 വിഭാഗങ്ങളാണ്. അതുകൊണ്ടൊരു യതീമിനെ കണ്ടാൽ ഉമ്മമാരെ, സഹോദരങ്ങളെ വെറുതെ വിട്ടേക്കരുത്. യതീമിന്റെ തല തടവൽ സുന്നത്തുണ്ട്. എത്ര വരി, എത്ര സമയം, എത്ര നേരം, എത്ര രോമങ്ങളാണോ കൈകൊണ്ട് തടവുന്നത്, ഓരോ രോമത്തിന്റെയും കണക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനത്ത് തരുന്നു, നന്മ തരുന്നു, മഗ്ഫിറത്ത് തരുന്നു.
കാന ലഹു ബികുല്ലി ശഅറത്തിൻ തമുറു അലൈഹാ യദുഹു ഹസന. കൈ സഞ്ചരിക്കുന്ന തൊടുന്ന ഓരോ രോമത്തിന്റെയും മുടിയുടെയും കണക്കനുസരിച്ച് അല്ലാഹു നന്മ കൊടുക്കുന്നു. ചെറുതല്ലതൊരു വലിയ സമ്പത്താണ്, വലിയ മുതലാണ്. യതീമിന്റെ തല തടവിയാൽ നമ്മുടെ മനസ്സ് ലോലമായി കിട്ടും, നമ്മുടെ മനസ്സ് സന്തോഷമായി കിട്ടും. യതീമിനെ പരിഗണിക്കണം. കുടുംബത്തിൽ ഒരു യതീം ഉണ്ടെങ്കിൽ ആ യതീമിനെ പരിഗണിച്ച് സ്വർഗം പുൽകണം. ആ യതീമിനെ നമ്മൾ അവിടെ ചേർക്കല്ലേ ഇവിടെ ചേർക്കല്ലേ എന്ന് പറയുന്നതിന് പകരം ഏറ്റെടുക്കാൻ കഴിവുള്ള ആളുകൾ മുന്നോട്ട് വരണം. സ്വന്തം മകനെ പോലെ മകളെ പോലെ പരിരക്ഷിക്കാനുള്ള സന്നദ്ധത വേണം. എന്നാൽ ദുനിയാവിലും അതുകൊണ്ട് ഖൈറാണ്, ആഖിറത്തിലും ഖൈറാണ്. ഖൈറു ബൈത്തിൽ മുസ്ലിമീന ബൈത്തുൻ ഫീഹി യതീമുൻ യഹ്സുനു ഇലൈഹി. മുസ്ലിങ്ങളുടെ വീടുകളിൽ ഏറ്റവും നല്ല വീട് യതീം താമസിക്കുന്ന വീടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടുകാർ ആ യതീമിന് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, പഠനങ്ങൾ നൽകുന്നു, വളർത്തിക്കൊണ്ടുവരുന്നു. ഏറ്റവും നല്ല വീടാണ്. മുസ്ലിം കുടുംബങ്ങളിൽ ഏറ്റവും നല്ല കുടുംബമാണ് യതീമുകളെ നോക്കുന്ന കുടുംബം. അവരെ വളർത്തുക, അവരെ നന്നാക്കുക, അവർക്കൊരു സ്ഥായിയായ വരുമാനവും അവസ്ഥയും എത്തുന്നത് വരെ അവരെ വിടാതെ അവർക്ക് സംരക്ഷണം ഏറ്റെടുത്തു നടത്തുക. പിന്നെ അടുത്ത അയൽക്കാർ, അകന്ന അയൽക്കാർ. ഒരു തഫ്സീർ അങ്ങനെയാ, മറ്റൊരു തഫ്സീർ കുടുംബ ബന്ധമുള്ള അയൽവാസികൾ, കുടുംബ ബന്ധമില്ലാത്ത അന്യരായ അയൽവാസികൾ. അടുത്ത അയൽക്കാരും അകന്ന അയൽക്കാരും രണ്ടുപേരും നമ്മുടെ സേവനവും ബർക്കത്തുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. വിശാലമായ സമ്പത്ത് അല്ലാഹു നൽകുന്നുണ്ടെങ്കിൽ അടുത്ത അയൽക്കാരായ തെക്ക് വടക്ക് പടിഞ്ഞാറ് 40 വീടുകൾ, മൊത്തം 120 വീടുകൾ, 160 വീടുകൾ നമുക്ക് അടുത്ത അയൽക്കാരാണ്. അതിനപ്പുറമുള്ളവർ അകന്ന അയൽക്കാരാണ്. അയൽവാസികളോട് നല്ല സ്നേഹം വേണം, സേവനം വേണം. നമ്മൾ നല്ലവരാണ് എന്ന് അറിയാനുള്ളൊരു മാർഗമാണത്. അയൽവാസികളോടുള്ള നല്ല ബന്ധവും നല്ല സ്നേഹവും. ഞാൻ നല്ല ആളാണ് എന്ന് എങ്ങനെ അറിയും നബിയെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സൽ ജീറാനക്, നിന്റെ അയൽവാസികളോട് ചോദിക്കും. ഡയറക്റ്റ് ആയി ചോദിക്കണ്ട, അപ്പൊ ഒരു നല്ലത് പറയുള്ളൂ, വേറെ ആൾ കൊണ്ട് ചോദിപ്പിച്ചാൽ മതി. അയൽവാസികൾ പറയാണ് നീ നല്ല ആളാണ്, നീ നല്ല ആളാണ്. നീ മോശക്കാരനാണ് എന്ന് അവര് പറഞ്ഞാൽ നീ മോശക്കാരനാണ്. അപ്പൊ നിന്റെ സഹവാസവും സഹവർത്തിത്വവും ബന്ധവും കൊണ്ടാണ് നീ നല്ല ആളാകണ്ടത്. ക്ഷമ വേണം, സഹകരണം വേണം. അയൽവാസികളോട് നിന്റെ കൃപയും നിന്റെ റഹ്മത്തും ഒക്കെ വേണം. അവിടെ സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നീ സന്തോഷിക്കല്ല, അവരെ കൂട്ടത്തിൽ ആ സങ്കടങ്ങൾ നികത്താൻ വേണ്ടി നീ കഠിനാധ്വാനം ചെയ്യണം, പരിശ്രമിക്കണം. എപ്പോൾ വന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യേണ്ട വീട്ടുകാരാണ് അയൽവാസികൾ. അവര് പാതിരാത്രി വന്ന് വാതിലിൽ മുട്ടി വിഷമം പറയാൻ പാടില്ല. എന്താ ഉപ്പാക്ക് തീരെ സുഖല്ല, നിങ്ങളെ വണ്ടി ഒന്ന് നിർത്തി സഹകരിക്കും. എന്ത് ചോദിക്കാനാ? മുഖം കഴുകി കട്ടൻ ചായ കുടിച്ച് വണ്ടി എടുത്ത് ഉടനെ പുറപ്പെടണ്ടേ? എന്താണ് ആ ബന്ധം? അയൽവാസി എന്ന ബന്ധമാണ്. അത് ഖുർആൻ എണ്ണി പറഞ്ഞ സേവനം ചെയ്യേണ്ട, ബന്ധം പുലർത്തേണ്ട പ്രധാനപ്പെട്ട ഒരു തലമാണ് അയൽക്കാർ. അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. ഞാൻ ആ ഭാഗം നീണ്ട് സംസാരിക്കുന്നില്ല. അവരോടുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കണം. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നറിയ ഒരു ഹദീസിൽ, അയൽവാസികളോടുള്ള കടപ്പാടുകളൊക്കെ പറഞ്ഞൊരു ഹദീസിൽ തങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും പലഹാരം കൊണ്ടുവരുമ്പോ അപ്പുറത്തുള്ള അയൽവക്കത്തുള്ള വീട്ടിലെ കുട്ടികൾക്ക് അത് കൊടുക്കാൻ നിന്റെ കയ്യിലില്ലെങ്കിൽ, വകുപ്പില്ലെങ്കിൽ, കൊണ്ടുവന്നതില്ലെങ്കിൽ മക്കളെ പുറത്തേക്ക് വിടരുത്. അത് കണ്ട് അയൽവക്കത്തെ കുട്ടികൾ, ഉമ്മ നമ്മളെ മറ്റേ കുട്ടീന്റെ കയ്യിൽ ഞാൻ ഇന്നത് കണ്ടു, എനിക്കും അത് വേണം, എനിക്കും അത് വേണം എന്ന് താല്പര്യപ്പെട്ട് നമ്മളെ കുട്ടിയുടെ കയ്യിലുള്ളത് കാണുമ്പോ അവർക്കും കൊടുക്കാനുണ്ടെങ്കിൽ പുറത്തേക്ക് വിട്ടാൽ മതി. അല്ലെങ്കിൽ വീട്ടിന്റെ അകത്ത് തന്നെ നിന്ന് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ അയൽവാസിയുടെ കുട്ടിക്ക് നമ്മളെ കുട്ടിയുടെ കയ്യിലുള്ളത് കണ്ടിട്ട് ഒരു മോഹം വന്ന് കൊടുക്കാനില്ലെങ്കിൽ പുറത്തേക്ക് വിടരുത് എന്ന് പറയുമ്പോ അത്രത്തോളം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, സങ്കടപ്പെടുത്തരുത്.
അത്രമാത്രം ബാധ്യതകളും വിഷയങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അത് വല്ലാത്തൊരു ബന്ധം തന്നെയാണ്, കടപ്പാട് തന്നെയാണ്, ചേർക്കേണ്ട ഒരു ബന്ധമാണ്. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് വസ്സാഹിബി ബിൽ ജംബി. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തലത്തിൽ ബന്ധം സ്ഥാപിച്ച ആളുകൾ ഉണ്ടാകും. ഹജ്ജിന് പോയപ്പോഴുള്ള സഹവാസമാണ്, ഒരുപാട് കാലം ഒരുമിച്ച് പഠിച്ചവരാണ്, ജോലി ചെയ്തവരാണ്, അല്ലെങ്കിൽ ജോലി ചെയ്തപ്പോ തൊട്ടടുത്തുള്ള പുരക്കാരായിരുന്നു, വെള്ളം കൊണ്ടുവന്നവരാണ്, ചായ തന്നവരാണ്, പഠിച്ച കാലത്ത് ഭക്ഷണം തന്നവരാണ്, കിതാബ് വാങ്ങി തന്നവരാണ്, പെട്ടി വാങ്ങി തന്നവരാണ്, പേന തന്നവരാണ്, പേപ്പർ തന്നവരാണ്. ഏതെങ്കിലും ഒരു നിലക്ക് സഹവാസം സ്ഥാപിച്ച ആളുകൾ ഒരുമിച്ചാണ് വിദേശത്ത് ജോലി ചെയ്തത്, ഒരേ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്, അവിടെയുള്ളത് ഇങ്ങോട്ടും ഇവിടെയുള്ളത് അങ്ങോട്ടും കൈമാറിയവരാണ്. അല്ലെങ്കിലോ ഞങ്ങളെ പറമ്പിൽ എല്ലാ വർഷവും തൊഴിലിന് വരുന്ന ആളാണ്. അങ്ങനെയൊക്കെ ആകാമല്ലോ ഏതെങ്കിലും ഒരു നിലക്കുള്ള സഹവാസം. ആ സഹവാസവും നല്ല ബന്ധം പുലർത്തേണ്ട ഒരു വിഭാഗമാണ്. ആ ബന്ധവും മറന്നു കളയേണ്ടതല്ല, അവരോടുള്ള സഹകരണവും വിട്ടുപോകാൻ പാടില്ല. വബ്നി സബീൽ, യാത്രക്കാരെന്ന് പറയുന്ന വലിയൊരു വിഭാഗം ക്ലേശം അനുഭവിക്കുന്നവരാണ്. എപ്പോഴും യാത്രക്കാരെ കണ്ടറിയണം, യാത്രക്കാർക്ക് സേവനം ചെയ്യണം. യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണം. യാത്രക്കാർക്കും സേവനം ചെയ്യേണ്ടതുണ്ട്. യാത്ര ചെയ്യാൻ പ്രയാസപ്പെടുന്ന, പണമില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് പണം കൊടുക്കണം. യാത്രക്ക് എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് യാത്ര മുടങ്ങി നിൽക്കുന്ന ആളുകൾക്ക് സഹായം കൊടുത്ത് നാട്ടിലേക്ക് എത്തിക്കണം. ഇതെല്ലാം അതിന്റെ പരിധിയിൽപ്പെട്ടതാണ്. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, നിങ്ങളുടെ കീഴിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, നിങ്ങളുടെ കീഴിലുള്ള ആളുകൾ, അവരോടും നിങ്ങൾ സേവനം ചെയ്യണം. അടിമകളോടും സേവനം ചെയ്യണം, തൊഴിലാളികളോടും സേവനം ചെയ്യണം. ഇവർക്കൊക്കെ നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട്. വല്ലദീന യസ്വിലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, ബന്ധം പുലർത്താൻ കൽപ്പിക്കപ്പെട്ട തലങ്ങളോടൊക്കെ ബന്ധം പുലർത്തണം. ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നു, അതിൽ രണ്ടാമത്തൊരു പാർട്ടായി എണ്ണാൻ പറ്റുന്നത് മുഴുവൻ അമ്പിയാക്കളെ കൊണ്ടുമുള്ള വിശ്വാസമാണ്. അത് നമുക്ക് വേണം. പൂർവീകർ ചില അമ്പിയാക്കളെ മാത്രം വിശ്വസിക്കും, ചില നബിമാരെ വിശ്വസിക്കൂല. നമ്മൾ അങ്ങനെയല്ല, എല്ലാ നബിമാരെയും വിശ്വസിക്കണം, എല്ലാ നബിമാരെയും സ്നേഹിക്കണം. മൂന്നാമത്തെ ഒരു തലം മുഅ്മിനീങ്ങളോട് പൊതുവെയുള്ള ബന്ധമാണ്. എല്ലാ വിശ്വാസികളോടുള്ള ബന്ധം നമ്മൾ എണ്ണി പറഞ്ഞു. നാലാമത്തൊരു തലമുണ്ട്, എല്ലാ ജീവജാലങ്ങളോടും സൃഷ്ടിജാലങ്ങളോടും നല്ല ബന്ധം പുലർത്തണം. ഒരു സൃഷ്ടിയോടും സൂഉല്ലദബായി പെരുമാറരുത്. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലേക്ക് ഒരു യാത്രാസംഘം വന്നപ്പോൾ മക്കയിൽ വെച്ച് മഹാനവറുകൾ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ഖുറാസാൻ നാട്ടുകാരാണ്, ഇവിടെയുള്ളവരല്ല. അവരോടൊരു ഉപദേശം കൊടുക്കുന്നു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവേ സൂക്ഷിച്ച് തഖ്വ ചെയ്ത് ജീവിക്കണം. വകൂനൂ മിൻ ഹൈതു ശിഅ്തും, ഏത് ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലൗ അന്ന അബ്ദൻ അഹ്സനൽ ഇഹ്സാന കുല്ലഹു, ഒരു മനുഷ്യൻ എല്ലാ സേവനങ്ങളും ചെയ്തു, എല്ലാ ഇബാദത്തും എടുത്തു, വകാനത് ലഹു ദജാജ, അയാൾക്കൊരു കോഴി ഉണ്ടായിരുന്നു, ഫഅസായിലിഹാ, കോഴിയോട് അയാൾ മര്യാദക്കേട് കാണിച്ചു. കോഴി എന്തോ അപമര്യാദയായി പ്രവർത്തിച്ചപ്പോ കോഴിനെ എറിഞ്ഞുകൊണ്ട് അതിന്റെ കാലുടച്ചു, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അതിനെ വടി കൊണ്ടെടുത്ത് അടിച്ചു. ഒരുപാട് നേരം അത് കരഞ്ഞു, കൊക്കിക്കൊണ്ട് അത് പല ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി. വേദന അനുഭവിച്ചാൽ, വിഷമം അനുഭവിച്ചാൽ, ലം യകുൻ മിനൽ മുഹ്സിനീൻ, അയാള് നല്ല ആൾക്കാരെ കൂട്ടത്തിൽ പെടൂല. സത്യത്തിൽ ഇപ്പൊ ഒരു കോഴിനോടെ അയാളെ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ ആള്, സംഗതിയൊക്കെ എല്ലാ നിലക്കും പവർഫുള്ളാണ്. പക്ഷെ ആള് എവിടെ കാക്കയെ കണ്ടാലും കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ച് അടിച്ച് തള്ളിയിടാൻ ആള് മിടുക്കനാന്ന് പറയും. അതിന്റെ അർത്ഥം ആള് മിടുക്കനാന്നല്ല, ആള് മോശപ്പെട്ട ആളാണ്. കാക്കയും അള്ളാഹുവിന്റെ സൃഷ്ടികൾപ്പെട്ട ഒന്നല്ലേ? അൽ മുഅല്ലിമുൽ അവ്വലാണ്, മനുഷ്യന്റെ ആദ്യത്തെ ഗുരുവാണ് കാക്ക. കാക്കയാണല്ലോ മനുഷ്യന് എങ്ങനെ മറിയണമെന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് കാക്കൊരു മുഅല്ലിം എന്ന് പറയുന്ന റോളുണ്ട്, ഗുരു എന്നുള്ള റോള്. അത് ചെറിയൊരു പവറൊന്നുമല്ല. അതുകൊണ്ട് കാക്കയോടാണെങ്കിലും പൂച്ചയോടാണെങ്കിലും കോഴിയോടാണെങ്കിലും മര്യാദക്കേട് കാണിക്കാൻ പാടില്ല. ഒക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്.
ഒരു നായനെ കാണുമ്പോ നായ എന്ന് അതിനെ വില കുറച്ച് ഇകഴ്ത്തുന്ന രീതിയിൽ വിളിക്കാൻ പാടില്ല. ആ നായ അവിടെ കിടന്നോട്ടെ, നീ മറ്റൊരു വഴിക്ക് അങ്ങനെ വെക്കും. നിന്റെ നായ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു നായക്ക് കിടക്കാൻ പാടില്ല എവിടെ? അത് പൊതുസ്ഥലത്താണ്, നിന്റെ സ്വന്തം വീട്ടിലൊന്നല്ല വന്ന് കിടന്ന്, പൊതുസ്ഥലത്ത് ഒരു വഴിയോരത്ത് കിടന്ന നീ വഴി മാറിയിട്ട് വേറൊരു വഴിക്ക് ഇങ്ങനെ പോകണം. നിന്റെ ശബ്ദം കൊണ്ട് അതിന്റെ ഉറക്കം കെടുത്താൻ പാടില്ല. കാണുമ്പോഴേക്ക് അതിനെ കല്ലെടുത്തതിൽ സുന്നത്തൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. എല്ലാ നായനറിയിലും സുന്നത്തുണ്ടാവും. അങ്ങനൊന്നുമില്ല. നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യൂലെന്ന് ചിലപ്പോ അതിന്റെ വാലൊക്കെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് എല്ലാവിധ നന്മയും താഴ്മയൊക്കെ കാണിച്ചു നിൽക്കും. എന്നാലും നമ്മളെ വക നായ അങ്ങനെ നിന്നാലൊന്നും എറിയാതിരുന്ന ഒരു കയ്യിനൊരു സുഖം കിട്ടൂല. അത് പറ്റൂല. നായനങ്ങനെ എറിയാൻ പാടില്ല. കാരണല്ലാതെ എറിഞ്ഞാൽ നായനെ കൊണ്ടൊരു ഏറ് തിരിച്ച് നമുക്കും ആഖിറത്തിൽ വാങ്ങേണ്ടി വരും. ഒരു ജീവിയെയും അങ്ങനെ ചെയ്യാൻ പറ്റൂല. നായക്കും ഒരു ബഹുമാനമുണ്ടല്ലോ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഹോട്ടലിന്റെയും മറ്റും ഒക്കെ പുറത്തുള്ള വേസ്റ്റ് കൊട്ടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരു നായ കുരച്ചുകൊണ്ട് അതിന്റെ അടുത്തേക്ക് വന്നപ്പോ ഉവൈസ് റളിയല്ലാഹു അൻഹു നായയോട് പറയുന്നു, കുൽ മിമ്മാ യലീക്, നിന്റെ അടുത്തുള്ള ഭാഗത്ത് നിന്ന് നീ കഴിച്ചോ. നിന്റെതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എന്റെ തൊട്ടടുത്തുള്ള നിന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്നെ കണ്ടിട്ട് നീ കുരക്കേണ്ടതില്ല. സിറാത്ത് വിട്ട് കിടക്കുന്നത് ഞാനാണെങ്കിൽ നിന്നെക്കാളും ഉത്തമൻ ഞാനാണ്. അല്ലെങ്കിലോ എന്നെക്കാളും മഹത്വമുള്ളത് നിനക്കാണ്. സിറാത്ത് വിട്ട് കടന്നിട്ടേ തീരുമാനിക്കാൻ പറ്റൂ. അതുകൊണ്ട് നീ എന്നോട് കുരക്കരുത്. നിന്റെതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, എടുത്തിട്ടില്ല. നീ അവിടുന്ന് കഴിച്ചോ, ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം. ഇങ്ങനെയാണ് അവരുടെ സ്വഭാവം. എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളോടും കാണിക്കേണ്ട ഒരു പെരുമാറ്റമുണ്ട്. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ എന്ന ആയത്തിന്റെ തഫ്സീറിൽ മൊത്തം സൃഷ്ടിജാലങ്ങളോട് കാണിക്കാനും ബന്ധം പുലർത്താനും അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. ആ ബന്ധങ്ങൾ പുലർത്തേണ്ടതുപോലെ പുലർത്തേണ്ടതുണ്ട്. എല്ലാറ്റിനും ഒരുപോലെയല്ല. കണ്ടില്ലേ നിങ്ങൾ, പൂച്ചയുടെ വിഷയത്തിൽ തന്നെ ഒരു സഹോദരി നരകത്തിൽ പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ പൂച്ചക്ക് നൽകിയ വലിയൊരു ശിക്ഷയാണ്. ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, കെട്ടയിച്ചു വിടാതെ കെട്ടിയിട്ട് പട്ടിണിയിലാക്കിയതിനെ കൊന്നുകളഞ്ഞു. അതിന് അല്ലാഹു തആല നരകമാണ് ശിക്ഷ കൊടുത്തതെങ്കിൽ എത്രയോ ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉള്ള പെണ്ണാണ്. പക്ഷേ ഒരു നന്ദി കേട് മതി. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലോട് ഒന്നിനോട് നന്ദി കേട് കാണിച്ചാൽ മതി. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഭാഗം മറക്കരുത്. ലം യകും മിനൽ മുശ്രിനീൻ, അയാൾ നല്ല ആൾക്കാരെ കൂട്ടത്തിൽ പെടൂല. ചിലതിനോടൊക്കെ ഒരു പ്രതിരോധം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ടാകും. നിബന്ധനകൾക്ക് വിധേയമായ പ്രതിരോധം ആവാം. അത്രേ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ നോക്ക്, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, ബന്ധം പുലർത്താൻ അല്ലാഹു തആല കൽപ്പിച്ച എല്ലാറ്റിനോടും നല്ല ബന്ധങ്ങൾ പുലർത്തണം എന്ന് പറഞ്ഞ ആയത്തിൽ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം സിലത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളോടുള്ള ബന്ധമാണ്. തങ്ങളെ സഹായിക്കലാണ്, അവിടുത്തെ ദീനിനെ കെട്ടിപ്പടുക്കലാണ്, അവിടുത്തെ ദീന് വളർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കലാണ്. ഒറ്റപ്പെട്ട് ആരോടും ബന്ധമില്ലാതെ, സഹായമില്ലാതെ, സമ്പർക്കമില്ലാതെ നമ്മൾ കഴിയരുത്. നമ്മുടെ പരിധിയിലൊക്കെ ഒരു ചുമതലയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാന്നുള്ള ചുമതലയാണ്. അത് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ശൈലി ഉലമാ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അത് നല്ല ശൈലികളാണ്. അതേ ശൈലികളിൽ നമ്മൾ പ്രവർത്തനം തുടരണം. സ്ഥാപന സംരംഭങ്ങളെ സഹായിക്കുന്നതും ഒത്താശകൾ ചെയ്യുന്നതും വിഷയങ്ങൾ അന്വേഷിക്കുന്നതും വേണ്ട രൂപത്തിൽ മനസ്സാ വാചാ കർമ്മണ കൂടിക്കൊടുക്കുന്നതും ആ രൂപത്തിലുള്ള വലിയ സഹായമാണ്. കാരണം ആ സ്ഥാപനങ്ങളൊക്കെ ദീന് പഠിപ്പിച്ചുകൊണ്ട് ദീനുള്ള മുത്തഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ വളർത്തുകയാണ്. അതുകൊണ്ട് അവരോട് സഹായിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയൊരു സ്വീലത്താണ്, ബന്ധമാണ്. ബന്ധം പുലർത്താൻ അല്ലാഹു തആല കൽപ്പിച്ചു എന്ന് പറഞ്ഞതിൽ അങ്ങനെ ഒരു ബന്ധം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞെങ്കിൽ ആ ബന്ധം ചെറുതല്ല, വലിയ ബന്ധമാണ്. അതങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.